ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കൂടിയപ്പോൾ തനിക്കോ മറ്റുള്ളവർക്കോ ഗുണമില്ലാതെ പോയി. സ്വാർത്ഥത നല്ലതല്ല എന്നറിയാമെങ്കിലും സ്വാർത്ഥനാകുന്നതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. നീ സ്വാർത്ഥനാണോ എന്ന് സ്വയം നമ്മളോട് ചോദിച്ചു തുടങ്ങുമ്പോൾ നിസ്വാർത്ഥനാകാനുള്ള വഴി തെളിഞ്ഞു വരും. അഹത്തിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് അനർത്ഥം ഉണ്ടാകുന്നത്. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ചിന്തയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മളിതിനു മുന്നേ ബാലരാമപുരത്തെ ആറാലമൂടുള്ള ശ്രീ ചിന്നക്കണ്ണ ആശ്രമത്തിലെ രവീന്ദ്ര സ്വാമികളായിട്ട് ഒരുപാട് സത്സംഗങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്രാവശ്യവും ചിന്നക്കണ്ണ ആശ്രമത്തിലെത്തിയിരിക്കുകയാണ്. ബ്രഹ്മവിദ്യയെക്കുറിച്ചും അദ്ദേഹം സഞ്ചരിച്ച ആ മാർഗങ്ങളെക്കുറിച്ചും എല്ലാം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. സ്വാമിജി, നമ്മൾ ഒട്ടേറെ സത്സംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ സമാധി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സത്സംഗം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതിനെന്തുകൊണ്ടും യോഗ്യൻ അങ്ങ് തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട്. സത്യത്തിൽ സമാധി എന്നാൽ എന്താണ്? പറയാം. സമാധി എന്നാൽ സമമാകുന്ന അവസ്ഥ. ഒരു ഭക്തൻ ഇഹത്തിൽ നിന്ന് പരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര അവസാനിക്കുന്നതാണ് സമാധി. ആ സമാധി ആദി എന്നാൽ ബ്രഹ്മം, ബ്രഹ്മം എന്നാൽ സൃഷ്ടി എന്നാൽ സകലനെയും നിയന്ത്രിക്കുന്ന ചലിക്കുന്ന ചക്രം. അത് ഞാനായിട്ടും എന്നിൽ കൂടി അത് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു ഭൂമിയിൽ വീഴുമ്പോൾ കുഞ്ഞിനെ വളർത്തി അച്ഛനും അമ്മയും കൂടി ഒരു ഗുരുകുലത്തിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ സമാധി വിദ്യയല്ല അവിടെ പഠിക്കാൻ കൊണ്ടാക്കുന്നത്. അവിടെ സ്കൂൾ വിദ്യാഭ്യാസവും അക്ഷരജ്ഞാനങ്ങളും ഉണ്ടാക്കി കുട്ടിയെ വളർത്തി ഉയർന്ന വിദ്യാഭ്യാസങ്ങളിലേക്ക് വളർന്നാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും കൂടി ഇതിൽ കിട്ടുന്ന സമയത്ത് ആ കുട്ടിയെ പാരായണം ചെയ്ത് കുട്ടിയെ വളർത്തി ഭക്തിമാർഗത്തിലേക്കാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ കുട്ടി വളർന്ന് അങ്ങോട്ട് വരുമ്പോൾ ഭക്തിമാർഗത്തിൽ കൂടി മന്ത്രജപ ഉപാസനകളിൽ കൂടിയും ദേവതാ ഉപാസനകളിൽ കൂടിയും ഭക്തിമാർഗത്തിൽ കൂടി കുട്ടിയുടെ മനസ്സിനെ ഭക്തിയിലേക്ക് ലയിച്ച് മുകളിലോട്ട് കൊണ്ടുവരും. ഇതിനിടയ്ക്ക് വിദ്യാഭ്യാസം നോക്കണം, കുട്ടിയുടെ കുടുംബം നോക്കണം, കുട്ടി വളർന്നുമ്പോൾ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, സഹപ്രവർത്തകരെ എല്ലാം നോക്കണം, ഇഹലോകത്ത് നിൽക്കണം. ഇഹലോകത്ത് ജനിച്ചു വന്നാൽ മാത്രമേ ഒരാളിന് വേദശാസ്ത്രങ്ങളും സ്കൂള് വിദ്യാഭ്യാസം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇഹത്തിൽ ജനിക്കാത്ത ഒരാളിന് സമാധിയില്ല. സമാധി ആവണമെങ്കിൽ ഇഹത്തിൽ നിൽക്കുന്ന ആത്മാവ് പരവുമായിട്ട് ഐക്യപ്പെടണം. അപ്പം ഇഹലോകത്ത് ഗൃഹസ്ഥാശ്രമ ജീവിയായി നമ്മൾ ജനിച്ചു വളർന്നു, വിവാഹമെല്ലാം ചെയ്തു, വിവാഹം മക്കളായി കുട്ടികളായി, ഇതിനിടയ്ക്ക് ഭക്തിമാർഗത്തിൽ കൂടി ജപമായി വ്രതങ്ങളായി ലോകസഞ്ചാര മാർഗത്തിനിടയിൽ ഇതിനിടയിൽ എപ്പോഴാണ് സമാധിക്കുള്ള മാർഗം ഒരുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് യാത്രകളായി. അപ്പോൾ യാത്രകളായിരിക്കുമ്പോൾ നമ്മളകത്ത് സമാധിയാകേണ്ട ഒരു വസ്തുത ഇരിക്കുന്നുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് തന്നെ ജീവാത്മാവും പരമാത്മാവും. സൂക്ഷ്മം, സ്ഥൂലം, കാരണം, ശരീരം. അപ്പം 3 വസ്തുക്കളായിട്ട് രേചക പൂരക കുംഭകമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന 3 വസ്തുവിനെ തരംതിരിച്ച് ഒരു കുട്ടിയെ നമുക്ക് കൊച്ചിലെ സമാധിയിലേക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലാസ് കൂടെ ഇല്ല.
സമാധിക്ക് വേണ്ടി ആർഷഭാരതത്തിൽ പ്രത്യേക ഒരു ക്ലാസ് ഇല്ല. അത് ഒരു ഗുരുകുലത്തിൽ ചെന്ന്, ആധ്യാത്മികത്തിൻ്റെ ഗുരുകുലത്തിൽ ചെന്ന് സാധകം ചെയ്യുന്ന ശക്തമായ ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യപ്പെട്ട് ഗുരു കൊടുക്കുന്ന ദീക്ഷകളും ഉപാസനകളും എല്ലാം ചെയ്തു വളർന്ന് അങ്ങോട്ട് വരുമ്പോൾ കുട്ടി എത്തിച്ചേർക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം ഈ സമാധി മാർഗത്തിലേക്കുള്ള എങ്ങനെയുള്ള വഴികളിലെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ആ ഗുരുവിന് അറിയാവുന്ന മാർഗത്തിലുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. ആ ഗുരുനാഥൻ വേദത്തിൽ നിന്ന് എടുത്തതിനെ ഭക്തിമാർഗത്തിൽ കൂടി നിൽക്കുന്ന മന്ത്രജപത്തിൽ കൂടി സമാധി ഉണ്ടെങ്കിൽ ആ സമാധിയിലേക്ക് ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ വ്യക്തി അങ്ങ് വളർന്നു വരുമ്പോൾ ആ കുട്ടി അവിടെ ചെന്ന് ഒതുങ്ങുകയാണ്. അപ്പോൾ ഈ വീണ്ടും ഈ സമാധിയിലേക്ക് പോകേണ്ട മനസ്സും ആശകളും എവിടെ നിൽക്കുന്നു? വീണ്ടും ഇകത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ സമാധിയാകണമെങ്കിൽ 2 വസ്തുക്കളെ ഒന്നാക്കണം, എടയും പിങ്ങലി. ഇവിടെ രാത്രിയും പകലുമായി നിൽക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും, സൂര്യനെ കൊണ്ട് ഇരുട്ട് മാച്ച് സമത്വമായാലേ സമാധിയാവും. അപ്പം പ്രാണൻ സൂര്യനും ചന്ദ്രനുമാകുന്ന എടയും പിങ്ങലയും 2ആയി നിൽക്കുന്നു. പകൽ 12 മണിക്കൂറും രാത്രി 12 മണിക്കൂറുമായി നിൽക്കുന്നതിൽ നാം അഭ്യാസം ചെയ്ത് ഈ 12 മണിക്കൂറുകളെ പകലും രാത്രിയും ഒന്നാക്കുമ്പോഴേ സമാധിയാവൂ. ഇത് ഇഹലോകത്ത് നിന്ന് ഇഹലോക വാഴ്ക്കയും ഇഹലോകവും പരലോകവും കൂടി ഐക്യപ്പെടുത്തണമെങ്കിൽ ഈ 2ഉം സമത്വമായാലേ പരലോകത്ത് എത്തിച്ചേരാൻ പറ്റൂ. ഈ 2ആയി നിൽക്കുമ്പോൾ നാം ഒന്നായിരിക്കുന്ന അഹം ബ്രഹ്മാസ്മിയും ശക്തി ശിവനായി നിൽക്കുന്ന 2ആയി നിൽക്കുന്ന ഒരു വസ്തുവിനെ ഒന്നാക്കണം. അപ്പോൾ നമുക്ക് ഭക്തിമാർഗത്തിൻ്റെ ഇടയിൽ ഇത് കിട്ടൂല. ഭക്തിമാർഗത്തിൻ്റെ ഇടയിൽ ഈ സമാധിക്ക് കിട്ടാൻ പാടാണ്. അപ്പം ഉപാസനകൾ കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും മനസ്സിനെ ധ്യാനത്തിൽ കൂടി ലയിച്ച്, ഭക്തിമാർഗം ധ്യാനങ്ങളാണെന്ന് കൂടുതൽ വരുന്നത് ആളുകൾ. ആറാധാരം എങ്ങനെയൊക്കെ ഗ്രഹിച്ച് ലയിച്ച് ആറാധാരം കൊണ്ട് ബ്രഹ്മയന്ത്രത്തിലൊക്കെ തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലയിച്ച് മന്ത്രങ്ങൾ കൊണ്ട് തുറക്കാമെന്ന് പറയും, അത് പൂട്ട് തുറക്കാമെന്ന് പറയും, ഈ പൂട്ട് തുറക്കാമെന്ന് പറയും, ആ പൂട്ട് തുറക്കാമെന്ന് പറയും. ഇതൊന്നും ലയനങ്ങളാണ്. അതിനെ ലയന സമാധി എന്നാണ് പറയുന്നത്. കാരണം മനസ്സിനെ ലയിപ്പിച്ചു ഒക്കെ കൊണ്ടുവന്ന് ലയിപ്പിച്ചു ഇഹവും പരവുമായിട്ട് ഐക്യപ്പെടുത്തി വരുമ്പോൾ ഒരു ലയനമാണ് കിട്ടുന്നത്. അത് വായുവിൽ കിട്ടുന്ന ലയനമാണ്. ഈ വായുവിൽ കിട്ടുന്ന ലയനം കൊണ്ട് ഈശ്വരന് നമ്മൾ സമത്വമാകില്ല. കാരണം നമ്മൾ നിൽക്കുന്നത് ഭൗതികത്തിലാണ്. ഭൗതികത്തിൽ ശരീരത്തിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മ ശരീരം കൊണ്ട് യോഗം ചെയ്ത് സ്ഥൂല ശരീരത്തിനെ അഴിച്ച് മാറ്റി കാരണശരീരവുമായിട്ട് ഐക്യപ്പെട്ടാൽ മാത്രമേ ഒരു സാധാരണ ഒരു നിയമത്തിലുള്ള ഒരു സമാധിയെങ്കിലും ഒരാളിൽ കിട്ടും. അല്ലാതെ നമ്മൾ ഈ ലോകം മൊത്തം കറങ്ങി തിരിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സമാധി ഇരിക്കാൻ പോകണം, സമാധി എന്നൊന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിന് നിയമങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് ഞാൻ ഒന്നാമത്തെ ഗ്രഹശാസ്ത്രമ രീതിയിൽ കഴിയുന്ന, ലൗകികമായി കഴിയുന്ന, ഭാര്യ മക്കളോടൊത്ത് കഴിയുന്ന, ഭക്തിമാർഗത്തിൽ ജീവിക്കുന്നവർ എല്ലാ ക്ഷേത്രങ്ങളും പോയി വന്നു ധ്യാനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു കൂടിയിട്ട് വന്ന് കുറച്ച് ധ്യാനമൊക്കെ ചെയ്ത് ലയിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് ചിലവർ സമാധിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ ചെയ്തു കൊണ്ടിരുത്തുന്നു. അത് അത്യാവശ്യമാണ്. ഈ ലോകത്ത് ഇന്ന് അത് അത്യാവശ്യമാണ്. കാരണം നാം ചെയ്യുന്ന കർമ്മത്തിനൊത്ത് നമ്മുടെ ശരീരത്തിനെ എവിടെ വയ്ക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ആചാരം പ്രകാരം അത് അവിടെ കൊണ്ട് വയ്ക്കുന്നത് നല്ലതാണ്. അല്ലാതെ നമുക്ക് വേറൊരു പോകാനൊരു വഴിയില്ല. അവിടെ നമ്മളെ പാരമ്പര്യമായിട്ട് അച്ഛൻ വന്ന വഴിയെ മക്കൾക്കോ മകൾക്കോ അവിടെ ഇല്ല. അവിടെ അച്ഛനിൽ ഒടുങ്ങുന്നു. എന്തുകൊണ്ട്? അത് ഭൗതിക തട്ടിൽ അച്ഛൻ ലൗകികമായിട്ട് സുഖജീവിതം നയിച്ച് ലൗകികമായിട്ട് ഇത് തന്നെ ഇവിടെയാണ് ഒരു ജീവിതം, ഇവിടെയാണ് എല്ലാ സുഖങ്ങളും, ഇവിടെയാണ് എല്ലാ ദുഃഖവും സുഖവും കഷ്ടവും എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് അവിടെ ഈ മാർഗത്തിൽ അച്ഛനും ഒരിടം എത്തിയില്ല, അമ്മയും ഒരിടം എത്തിയില്ല. ആ മാർഗത്തിൽ പോയിട്ട് നമ്മളിനി കൂടി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ചിലപ്പോൾ ഭക്തിമാർഗത്തിൽ അച്ഛനിൽ മാത്രം ആ വിദ്യ ഒതുങ്ങുന്നുണ്ട്. അത് ഭക്തിമാർഗത്തിൽ ഒതുങ്ങി ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും അല്ലെങ്കിൽ ശക്തിയും ശിവനെയും എടയും പിങ്ങലെയും പ്രാണനെയും പ്രാണവായുവിനെയും അപാനവായുവിനെയും ഐക്യപ്പെടുത്തി ലയപ്പെടുത്തി ചെയ്യുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഇന്നിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധാരണ രീതിയിലുള്ള സമാധികളും ജപങ്ങളും ധ്യാനങ്ങളും. അതിന്
സമാധിയാകാൻ നേരത്തെ അതിനുള്ള കുഴികളെല്ലാം എടുത്ത് ഒരുക്കപ്പെടുത്തി ഭക്തിമാർഗത്തിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഉള്ളിൽ തോന്നും. അതിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ജ്യോതി കാണാം, വെട്ടം കാണാം, പ്രകാശം കാണാം, ചിലപ്പോൾ ശബ്ദങ്ങൾ നമ്മളിൽ തന്നെ പുറപ്പെടുവിക്കും. അത് നാം ചെയ്യുന്ന സാധകത്തിൻ്റെ പവർ പോലെ ഇരിക്കും. അതുകൊണ്ട് അവിടെ സമാധിയാകുന്നില്ല. നമ്മൾ സ്വയം ചിന്തിക്കുക, അവിടെ സമാധി എന്നാൽ സമമാകുന്ന അവസ്ഥ. ആരൊക്കെയാണ് സമമാകേണ്ടത്? ദൈവവും നമ്മളും. അവിടെ ഒരു ഭക്തൻ ഈശ്വരനിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഭക്തൻ എങ്ങോട്ടാണ് സമാധിക്ക് യാത്ര ചെയ്യുന്നത്? സമമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതോടെ ഭക്തനും ഈശ്വരനും ഒന്നാകുന്ന ഒരവസ്ഥ. ആ ഒന്നാകുന്ന അവസ്ഥ ആവണമെങ്കിൽ നാം രണ്ടായി ഇരിക്കുന്നതിനെ ഒന്നാക്കുകയാണ് ആ ജോലി. അവ ഇഹവും പരവുമായിട്ട്, അകവും പുറവുമായിട്ട് ഇഹത്തിൽ നിന്ന് പരത്തിലേക്കുള്ള യാത്ര ചെയ്ത്, അത് ഭക്തിമാർഗമായാലും മോക്ഷമാർഗമായാലും മുക്തിമാർഗമായാലും സാധാരണ തട്ടിൽ വരുന്ന ചെറിയ രീതിയിലുള്ള ഒരു ലയന സമാധിയൊക്കെയാണ് ഈ വരുന്നതും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവിടെ പഠിപ്പിക്കുന്നതും. എന്നാൽ ഇതിനിടയ്ക്ക് പലതും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ചിലവർക്ക് ചെറിയ മന്ത്രജപധ്യാനത്തോടു കൂടി ഒരു ചെറിയ ലയന സമാധി കിട്ടുന്നു. അതിനെക്കൊണ്ട് ബോഡിയെല്ലാം ശുദ്ധീകരിച്ചു കൊണ്ട് എന്ന് സമാധിക്ക് ഇരുത്തി അതിനുള്ള കുഴിയുടെ അളവെല്ലാം ചെയ്തു. ഞാൻ കുഴിയുടെ അളവൊന്നും പറയുന്നില്ല, കാരണം ഇതിൻ്റെ അടുത്ത തട്ടിലെ സമാധി പറയുമ്പോൾ അവിടെ കുറേ കാര്യം വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭക്തിമാർഗത്തിൻ്റെ ലഘൂകരിച്ചു. ഭക്തിമാർഗത്തിൽ നിന്ന് ഒരുത്തൻ ജനിച്ചാൽ ഭക്തിമാർഗത്തിൽ ആണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകണമെങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതമെല്ലാം നയിച്ച് അങ്ങ് വച്ചിട്ട് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്കിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അതിനെയും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം പിന്നീട് ഈ ശരീരം നമ്മൾ സമാധിക്ക് ഒരുങ്ങുന്നു, ശരീരം രോഗാവസ്ഥയിലായി പല അസുഖങ്ങളിൽ ഇടയാകുന്നു, നമുക്ക് സമാധി കിട്ടാതെ പോകുന്നു. പിന്നെ സാധാരണ ഒരു മരണത്തിലേക്ക് വേണ്ടി വന്ന് അത് അവസാനിക്കേണ്ടി വരുന്നു. അതിൻ്റെ ഫാൾട്ട് എന്താണെന്ന് കൂടി വിദ്യ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ആ വിഷയത്തിൽ കൂടി കടന്നു പോകാൻ. അപ്പോൾ ഭക്തിമാർഗത്തിൽ സകലം ഇത്രയും ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത തട്ടിലേക്ക് നമുക്ക് പോകാം. സ്വാമിജി, അങ്ങ് ഇപ്പം സമാധിയുടെ ബേസിക് അവസ്ഥ പറഞ്ഞല്ലോ, ഒരു ഭൗതികന് വരുന്ന സമാധി അനുഭവത്തിനെ കുറിച്ച്. ശരിക്കും സമാധി എത്ര തരത്തിലുണ്ട്? അതായത് ഈ ഋഷീശ്വരന്മാർ അഗസ്ത്യരും 18 പേരും ഇങ്ങോട്ട് വന്ന പാരമ്പര്യമായിട്ട് വന്നവരെല്ലാം ഈശ്വരനുമായിട്ട് സമത്വമായവരാണ്. അവർ യഥാർത്ഥത്തിൽ 6-7ഓളം സമാധികൾ പറയുന്നുണ്ട്. നമുക്ക് കാടും മേടൊന്നും കയറണ്ട. 3 സമാധികളെക്കുറിച്ച് ഇന്നിവിടെ വിശദീകരിക്കുന്നു. ഭക്തിമാർഗത്തിലുള്ള ലഘുമാർഗത്തിലുള്ള പൂജാകർമ്മങ്ങളിൽ കഴിഞ്ഞു പോകുന്നവർ മന്ത്രധ്യാന ജപത്തിൽ കൂടി വരുന്ന സമാധിയെക്കുറിച്ച് സകലം നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള സമാധി എന്താണ്? ഈ പൂജാകർമ്മങ്ങളെയെല്ലാം വിട്ട് ആദിയിൽ ലയിക്കാനുള്ള സമാധിയാണ്. ഇഹലോക കർമ്മങ്ങളിൽ നിൽക്കുന്ന മറ്റു ചിന്തകളെ മാറ്റിയെടുത്താൽ മാത്രമേ സമാധിയിൽ രണ്ടാമതെന്ന് പറയുന്ന ഒരു സമാധിയിൽ എത്താൻ പറ്റൂ. ആദ്യത്തെ ഭക്തിമാർഗം ഞാൻ പറഞ്ഞു. ഭക്തിമാർഗത്തിൽ തന്നെ മുഴുകി ഭക്തിമാർഗ ആരാധനകളെല്ലാം നടത്തി ഇവിടെ തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട്. അവിടെ മന്ത്രമാണ്, ജപമാണ്, ധ്യാനമാണെന്ന് പറഞ്ഞാൽ സമാധി ആകുന്നില്ല, സമത്വമാകുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. എന്നാൽ രണ്ടാമത് പറയുന്ന സമാധി എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിൽ നിന്നെല്ലാം വിട്ട്, ഭക്തിമാർഗത്തിൽ നിന്ന് മന്ത്രങ്ങളെയെല്ലാം മാറ്റി, മന്ത്ര ഉപാസനകളെയെല്ലാം മാറ്റി, മറ്റു ഒരുപാട് സാധകങ്ങളെയെല്ലാം കളഞ്ഞ് ഏകമായ പരബ്രഹ്മമാകുന്ന ഒരേ ഒരു ദൈവത്തിൽ ലയിക്കാനുള്ളത് രണ്ടാമത്തെ സമാധി വരുന്നു. ഭക്തിമാർഗത്തിൽ നേരത്തെ മുഴുകി ലൗകികമായ ചിന്തയിലും പൂജാകർമ്മങ്ങളിലും നമ്മളിവിടെ തന്നെ അവസാനിപ്പിക്കുന്നു. അത് ലയിച്ചു പോകുന്നുവെന്ന് നമ്മൾ സമാധിയിൽ കൊണ്ട് സ്വയം ആത്മാവിനെ ചിന്തിപ്പിച്ചാക്കുന്നതാണ്. അവിടെ സമാധി ആകണമെങ്കിൽ ഈ പൂജാകർമ്മങ്ങളിൽ നിന്നെല്ലാം മാറി ഏക പരബ്രഹ്മമായിട്ട്, രണ്ടാമത്തെ സമാധി ഏക പരബ്രഹ്മമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ ഇഹലോകത്തുള്ള ആശാപാശങ്ങളെയും മോഹഭംഗങ്ങളെയും അഷ്ടരാഗങ്ങളെയെല്ലാം ജയിച്ച്, മറ്റത് നേരത്തെ പറഞ്ഞ ഗ്രഹസ്ഥാശ്രമ സമാധിക്കകത്ത് പൂജാകർമ്മങ്ങളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ വന്ന് പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, പിറ്റന്ന് വന്ന് കുടുംബമായിട്ടെല്ലാം കഴിഞ്ഞു, എല്ലാവരും പൂജാകർമ്മങ്ങളിൽ വന്നു വീണ്ടും മനസ്സിനെ ഇവിടത്തേക്ക് തന്നെ ആക്കിയിടുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്.
രണ്ടാമത് ഋഷീശ്വരന്മാർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ സ്വാമി ചിന്നക്കണ്ണ് സിദ്ധരകളും പറയുന്നത് എന്നോട് പറഞ്ഞതാണ്. നീ ഇഹലോകവാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത് പരലോകത്തേക്ക് എങ്ങനെ പോകണമെന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ടാണ് ചെയ്യാൻ. രണ്ടാമത് പരലോകത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇഹലോക ആരാധനാ ക്രമീകരണങ്ങളെല്ലാം കുറച്ചു ജീവനെ സദാസമയം പരലോകമായിട്ട് സാധകം ചെയ്ത് ആ സാധകമാകുന്ന ഒരു അഭ്യാസ വിദ്യ സമാധിക്ക് വേണ്ടി ഒരു വിദ്യയുണ്ട്. ഇഹലോകം വിട്ടുവരുമ്പോൾ അപ്പോൾ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു വിദ്യയുണ്ട്. ഇഹലോകത്തിൻ്റെ പൂജാകർമ്മങ്ങളിൽപ്പെടുന്ന വിദ്യയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന് മന്ത്ര ഉപാസനകളാവാം, എന്താവാം, ഒന്നുമില്ലെങ്കിൽ ലയനവും ആവാം. മഷത് രണ്ടാമത്തെ ഒരു വിദ്യയിൽ വരണമെങ്കിൽ ഇഹലോക തട്ടിനുള്ളിൽ ജയിച്ചു പോകണമെങ്കിൽ ഇഹലോക ആരാധനാ ക്രമീകരണങ്ങളിൽ നിന്ന് മനസ്സിനെ ഒതുക്കി മാറ്റി മറ്റു ചിന്തകളെയെല്ലാം മാറ്റി ഇഹലോകവാസത്തിലുള്ള ആശാവാസങ്ങളെയെല്ലാം കുറച്ചു പരലോകമായിട്ട് ചിന്തിച്ച് സദാസമയം അവിടെ ആ ധാരണയ്ക്ക് പ്രാണായാമം എന്ന് പറയാം, ചിന്തിക്കാം. അതിന് ചിന്തയ്ക്കും ഓരോ വിദ്യകളുണ്ടായിരുന്നു. സമാധിക്ക് വേണ്ടി ഓരോ വിദ്യകൾ പ്രത്യേകം വച്ചു. ഇന്ന് നമ്മൾ എല്ലാം കൂടി അവിയലായി വേദങ്ങൾ കിടക്കുന്നതുകൊണ്ട് ആ വിദ്യകളെല്ലാം മൺമറഞ്ഞു പോയി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സമാധിയുടെ ഭാഗത്ത് വരുന്ന വിദ്യ ഇന്ന് ഇഹലോകത്ത് കുറവാണ്. ഇഹലോകത്തേക്ക് അടച്ചു വച്ചിരിക്കുന്ന ഒരു പൂട്ടിനെ തുറക്കുകയാണ് രണ്ടാമത്തെ രീതി. ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞു, ഇഹലോകവാസ സുഖത്തിൽ കഴിയുമ്പോൾ മന്ത്രജപം കൊണ്ട് നമുക്ക് സമാധിയാവുമെന്ന് വേണമെങ്കിൽ ശിഷ്യനെ പഠിപ്പിക്കാം. എന്നാൽ ശിഷ്യനും അത് വിശ്വസിക്കുന്നു ഗുരുവിൽ നിന്ന്. ആ ഗുരുവിനെ തമ്പി പ്രതീക്ഷിച്ച് ഗുരു സമാധിയാകാൻ വേണ്ടി ഒരുക്കങ്ങളാക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ശിഷ്യനും അതിനെ വിശ്വസിച്ച് യാത്ര ചെയ്യുകയാണ്. അവിടെ വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും അപ്പുറമാണ് ഞാൻ എന്ന വസ്തു. എന്നിലൂടെ ഞാൻ എന്നെ ഊതി ഉണർത്തുന്നു. അപ്പോഴേ ഞാൻ അറിയുന്നുള്ളൂ ഞാനാണെന്ന്. അപ്പോൾ ഇഹലോകവാസത്തിനകത്തുള്ള സമാധിക്കകത്ത് നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഒരുപാട് അഭ്യാസവും വേദനകളൊന്നും വേണ്ട. ഏത് മന്ത്രോപാസനകളാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്തിമാർഗത്തിലാവാം ഇഹലോകം. കാരണം അവർ കുടുംബമായിട്ട് മക്കളും കുട്ടികളോട് കഴിയുന്നവർക്ക് അതേ സാധിക്കൂ. അത് കറയറ്റ് ഞാൻ പറയുകയാണ്, അതിനപ്പുറം പോകാൻ പറ്റൂല. അതിന് രണ്ടാമത്തെ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അത് കടന്നു വരും. എന്താണെന്ന്, ഇഹലോകത്തുനിന്ന് ശരീരത്തെ ഒതുക്കി ഇഹലോകത്തിരിക്കുന്ന ആശാപാസങ്ങളിൽ നിന്ന് ഇഹലോകത്ത് നേരത്തെ പറഞ്ഞ ഇതിൽ എന്ത് ആഹാരങ്ങളോ ഭക്ഷണങ്ങളോ ഒക്കെ ആവാം. രണ്ടാമത്തെ സമാധിയിലേക്ക് ഇഹലോകവാസം വെടിഞ്ഞ് അടുത്ത് ഇഹലോക സുഖങ്ങളും ഇഹലോക ആശകളും എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ തട്ടിലേക്ക് ഉള്ള ഒരു സമാധിയിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേക ഉപാസന സാധക വിദ്യയുണ്ട്, സമാധി വിദ്യ പ്രത്യേകമുണ്ട്. ആ സമാധി വിദ്യയിലാണെങ്കിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സമാധി ഇരിക്കാം. ആ സമാധി വിദ്യയിലാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. ആ സമാധി വിദ്യയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുഴിയെടുത്തിട്ട് ആ വിദ്യ കറക്റ്റ് ഇഹലോക ആശകളും വിട്ട് പിന്നെ പകുതി ഇഹലോകത്തിലുള്ള പൂജാകർമ്മങ്ങളും പകുതി പരലോകത്തിലേക്കുള്ള പൂജാകർമ്മങ്ങളും കൂടി വേണമെന്ന് പറഞ്ഞാൽ അവിടെ സമാധിയാവില്ല. അത് എൻ്റെ ഗുരുനാഥനും 18 സിദ്ധറുകളും പറഞ്ഞിരിക്കുന്നത്. ഞാൻ 30 കൊല്ലം കൊണ്ട് ഈ ഫീൽഡിൽ വന്നതുകൊണ്ടും 30 കൊല്ലം കൊണ്ട് എൻ്റെ ശരീരമെന്ന ഇതിൽ ആദ്യമായിട്ട് ലയിപ്പിച്ച് ഞാൻ യോഗം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഈ 3 സമാധിയും പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ സമാധിയിൽ ഞാൻ ഇപ്പോൾ പറയുന്ന മാറുന്ന പറഞ്ഞാൽ ഇഹലോകത്തു നിന്ന് വിട്ട് പരലോകത്തേക്ക് ചിന്ത വയ്ക്കുമ്പോൾ അതിനുള്ള അഭ്യാസം ഗുരുവിൽ നിന്ന് നേടണം. ആദ്യത്തെ തട്ടെന്ന് പറഞ്ഞാൽ ശിഷ്യനെ പിടിച്ചു നിർത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഈ ലോകത്ത് ഭക്തിയിലും മുക്തിയിലേക്ക് നിർത്താനുള്ള ആദ്യത്തെ നിർദ്ദേശങ്ങളാണ് ഈ ഭക്തിമാർഗങ്ങളും ലോകങ്ങളും കോവിലും ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ വേണ്ടാന്ന് ആരും പറയില്ല. ഋഷിമാരെല്ലാം ചെയ്തിരിക്കുന്നു. ആ ഭാഗത്തെല്ലാം വന്നിട്ടാണ് അവരങ്ങോട്ട് കടന്നിരിക്കുന്നത്. അത് വേണ്ടാതെ പോകണമെങ്കിൽ ഇഹലോക വാസങ്ങളൊന്നും വേണ്ടാന്ന് പോകണമെങ്കിൽ അത്രയും ഹൈ റേഞ്ചുള്ള ഒരു ഗുരു വേണം. ആ ഹൈ റേഞ്ചുള്ള ഗുരുവിന് മാത്രമേ ആ ശിഷ്യനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റൂ. ഗുരു അത്രയും നേടിയിരിക്കുന്ന ആളായിരിക്കണം. ഈ രണ്ടാമത്തെ തട്ടിൽ വരുന്നതിൽ ഒരു വിഷയം എടുത്തു പറയാനുണ്ട്. ഇപ്പം ഭക്തിമാർഗം ചെയ്യുന്ന ആളും സമാധി മാർഗങ്ങൾ ചെയ്യുന്ന ആളും രണ്ടാമത്തെ തട്ടിലെ സമാധി മാർഗം ചെയ്യുന്നവരും ഇഹലോക ആശകളും പാശകളും എല്ലാം വെടിഞ്ഞിട്ട് രണ്ടാമത്തെ വിദ്യ ചെയ്യാൻ പോകുന്ന ഒരു സമാധി വിദ്യയിലേക്ക് പോകുമ്പോൾ ഇഹലെല്ലാം വിട്ടു വരുമ്പോൾ അടുത്ത തട്ടിലേക്ക് കയറുമ്പോൾ ആ വിദ്യയുണ്ട്.
വിദ്യയൊന്നും മൺമറഞ്ഞു പോയില്ല. ആരെയെങ്കിലുമൊക്കെ കാണും. ഒരുപാട് സന്യാസിമാർ, ഒരുപാട് ഋഷിമാരിവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നു. അവരെയൊക്കെ പോയി കണ്ടെടുക്കുക. അന്വേഷിച്ചാലേ കണ്ടെത്തൂ. നമുക്ക് അന്വേഷിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പം സമാധി ആവണം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ശിഷ്യൻ എങ്ങനെ ഒരു ഗുരു വളർത്തും? അതൊന്നും നടക്കുന്നില്ല. സ്കൂളിൽ വേണമെങ്കിൽ 10 കൊല്ലം 15 കൊല്ലം നമ്മൾ IAS IPS ഒക്കെ എടുക്കാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുക ഇന്നത്തെ ലോകത്ത് ഈ മൊബൈലിലുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് വിദ്യ വാങ്ങിച്ചുകൊണ്ട് ആ പോക്കാണ് പോകുന്നത്. ഗുരുവിനെ കാണാനോ പിന്നെ വിളിക്കാനോ ഒന്നുമില്ല. കുറേ കഴിയുമ്പോൾ പുള്ളി ശിഷ്യൻ ആശ്രമങ്ങളും വെച്ച് കുറേ ശിഷ്യരെയും വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്നത്. അതുകൊണ്ട് എങ്ങനെയാ രണ്ടാമത്തെ ഭാഗത്ത് സമാധി ഒരു ശിഷ്യനെ ഏൽപ്പിക്കാൻ പറ്റും? ഇവിടെ ഒന്നാമത്തെ ഭാഗത്തൊരു സമാധി പറയുന്നുണ്ട്, ഇഹലോക ഭക്തിമാർഗം ഇല്ലാതെ നിനക്ക് മുക്തിമാർഗം വരാം. അതിനും ഒരു വിദ്യ അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഞാൻ 3 സമാധി എടുത്തു പറയുന്നത്. ഒന്നാമത്തെ വിദ്യയിൽ തന്നെ നമ്മുടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. അപ്പോൾ എല്ലാ മന്ത്രങ്ങളും ജാലങ്ങളും എല്ലാം കൂടി ഇതിനകത്ത് കയറ്റി നമ്മൾ ശരീരത്തിനെ ഇല്ലാതാക്കാതെ ചെയ്യേണ്ട ഒരു വിദ്യയും ഒന്നാമത്തെ വിദ്യക്കകത്ത് കുടുംബമായിട്ടും ഗൃഹസ്ഥാശ്രമായ രീതിയിലും കഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാം. ഗുരുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തുമ്പങ്ങളും ദുരാപത്തൊന്നും വരാതെ നമ്മളെ കർമ്മങ്ങളെ ജയിച്ച് പോകാനൊരു വിദ്യ അതിനകത്ത് ഗുരു കൊടുക്കുന്നുണ്ട്. ഋഷിമാർ 3 ഇന്ന് ഋഷിമാരുടെ ആ വേദങ്ങളൊന്നും ആരെയും വന്ന് ചേർന്നിട്ടില്ല. നമ്മൾ പ്രസംഗിക്കുന്നതിൽ കാര്യമില്ല. എന്താണ് വിഷയം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പ്രസംഗങ്ങൾ നമ്മൾ നടത്തിയ വഴിയും ഒരാളിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത്തെ സമാധി എന്ന് പറയുമ്പോൾ ഇഹലോകത്തുനിന്ന് വിട്ടുവരുന്നത്. ആദ്യത്തെ സമാധി തന്നെ പരലോകത്തെത്താനുള്ള ഭക്തിമാർഗത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു സമാധിയും ഭക്തിമാർഗത്തിൽ പറയുന്നുണ്ട്. അഗസ്തീശ്വരും 18 പേരും എൻ്റെ ഗുരുനാഥൻ ചിന്നക്കണ്ണ് സിദ്ധറുകളും എടുത്തു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ 60 വയസ്സായി എനിക്കോളമായി. 27ാമത്തെ വയസ്സിൽ ഞാൻ സന്യാസം സ്വീകരിച്ചു. 33ാമത്തെ വർഷം ആരംഭമാണ്. അപ്പം ഞാൻ 1, 2 എന്തെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ശരീരം വച്ചിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ വിഷയത്തിലും ഭക്തിമാർഗത്തിന് സാധാരണ ഒരു വിദ്യ പറഞ്ഞു. അതുപോലും ഇന്ന് ചെയ്താൽ ന്യായമായ ഒരു സമാധി നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി കിട്ടും. അതിനുപോലും ഇന്ന് സമയമില്ല. ഗുരുവിൻ്റെ ഇന്ന് വിദ്യ വാങ്ങിച്ചാൽ പിന്നെ ഗുരുവിനെ കാണാറില്ല ആരും. എല്ലാവരും ഗുരുവാവാൻ നിൽക്കുകയാണ് അവിടെ. ഗുരുവിനെക്കുറിച്ച് ഞാൻ 3ാമത്തെ സമിതിയിൽ എന്താണ് ഗുരുവെന്ന് ഞാൻ വിശദീകരിക്കും. നമ്മളിലിരിക്കുന്ന ഗുരു ആരാണെന്നൊക്കെ പറയും. അപ്പം 2ാമത്തെ സമാധിയിൽ നമ്മളും നിങ്ങളുമെല്ലാം ഇവിടെ തുല്യമാണ്. അവിടെ 2ാമത്തെ സമാധിയിലും വരുന്നില്ല. ആദ്യത്തെ സമാധി ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തിയ കാരണം 2ാമത്തെ വിഷയത്തിൽ 1ാമത്തെ സമാധി ചെയ്യാൻ ഗൃഹസ്ഥാശ്രമവും പരലോക യാത്രയ്ക്ക് ഗൃഹസ്ഥാശ്രമം വിട്ടുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കും വരുമ്പോൾ അതാണ് ഇങ്ങനെ ആദ്യത്തെ സമാധി അങ്ങനെ ഒതുക്കി പറഞ്ഞത്. 2ാമത്തെ സമാധിയിൽ പറയുമ്പോൾ ഈ ശ്വസിക്കുന്ന വായുവിൽ തന്നെ അവൻ്റെ യാത്ര. മറ്റത് മന്ത്രജന്ത്ര ജാലത്തിൽ കൂടി. ആദ്യത്തെ സമാധിയിലും വായുവിലൊരു അഭ്യാസമുണ്ട്. അതും കൃത്യനിഷ്ഠയോടെ അറിഞ്ഞാൽ നിമിഷം അവന് മാറ്റമാണ് ശരീരം. അതുപോലും പിന്നെ 2ാമത്തെ സമാധിയിലും 1ാമത്തെ സമാധിയെക്കുറിച്ച് പറയാൻ ഒരു വിഷയമുണ്ട്. സമാധി എന്നാൽ സമമാകുന്ന അവസ്ഥ. ആരൊക്കെ സമയമാകുന്നത്? ഞാനും നീയും. ഞാൻ ആര്, നീ ആര്? ഞാനെന്ന് പറഞ്ഞ അഹം ബ്രഹ്മാസ്മിയായിട്ട് നിൽക്കുന്ന അഗ്നി. പുറത്ത് നിൽക്കുന്നതോ ജീവാത്മാവും പരമാത്മാവും. അഗ്നിയുടെ 2 ശരീരങ്ങൾ. അവിടെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും. അവിടെ 2ാമത്തെ സമാധിയിൽ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഒന്നിക്കണമെങ്കിൽ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ഇന്ന് നവദോരങ്ങളാകുന്ന കണ്ണ് 2, മൂക്ക് 2, വാ 1, ചെവി 2, 7, 9 നവദോരങ്ങളെയും കൊണ്ട് ഒന്നിൽ പൂട്ടിയിരിക്കുന്നു. അതിനെയാണ് ഒന്നിൽ കെട്ടിയിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ഏകമായ പരബ്രഹ്മം. ഈ ഒന്നിൻ്റെ പ്രവൃത്തിയിലാണ് ഈ 9 പേരും നിൽക്കുന്നത്. അത് പകലും രാത്രിയുമായിട്ട് 24 മണിക്കൂറിൽ 12 മണിക്കൂർ വീതം നിൽക്കുകയാണ്. ഈ 9 പേരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മം. ആരെ? അഗ്നിയിൽ ആകുന്ന കുണ്ടലിനി ശക്തിയിൽ കെട്ടി കുണ്ടലിനി ശക്തിയാകുന്ന പരബ്രഹ്മമൂർത്തിയാകുന്ന
ജഗത്തിൻ്റെ അധിപതിയാകുന്ന, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ജഗത്തിൻ്റെ അധിപതിയാകുന്ന, ആദിയാകുന്ന, അധിപതിയാകുന്ന, ചലിക്കുന്ന ചക്രമാകുന്ന, ചക്രവർത്തിയാകുന്ന, ജഗത്തിൻ്റെ അധിപതിയായ ബാലപരമേശ്വരിയാകുന്ന മൂർത്തിയാകുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവം. ആ ദൈവത്തിനെ ബാലയായി കണ്ടവരാണ് ഋഷീശ്വരന്മാർ. ബാല എന്നാൽ മൂന്നാമത്തെ സമാധിയിൽ പറയുമ്പോൾ ബാലയെക്കുറിച്ച് പറയും. അതിന് രണ്ടാമത്തെ സമാധി ഒരുക്കണമെങ്കിൽ ഒന്നാമത്തെ സമാധി ഇഹലോകവാസത്തിനകത്തിരിക്കുന്ന പൂജാകർമ്മങ്ങളിലും മനസ്സലഞ്ഞ് ചെന്ന് മരിക്കുന്നു. രണ്ടാമത്തെ സമാധിയും എല്ലാവരും പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും രണ്ടാമത്തെ സമാധിയിലേക്ക് പോകാൻ വേണ്ടി വായുവിലും അഭ്യാസം ചെയ്യുന്ന ഒരു ലോകത്തിൽ കോടാനകോടി, ഇന്ന് കുംഭമേളയ്ക്ക് വന്നവരെല്ലാം എന്തെങ്കിലും കടയോഗ മാർഗങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരാരുമല്ല, എന്തെങ്കിലും അറിഞ്ഞുകൂടാത്തവരാരെയും ആരുമില്ല ഈ ലോകത്ത്. എല്ലാവരും വേദങ്ങളും ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിക്കുന്നവരാണ്. ഞാനും കുറേ വേദങ്ങളും ശാസ്ത്രങ്ങളും 30 കൊല്ലം കൊണ്ട് പഠിച്ചവനാണ്. രണ്ടാമത് അതിനെ അനുഭവശാസ്ത്രമായിട്ട് ഞാനിപ്പോൾ പറയാനാണ് ഇവരെല്ലാം എന്നെ ആവശ്യപ്പെട്ടത്. ആ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. അവിടെ 2 വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ സമാധി പറയണമെങ്കിലും ഇകത്തിൽ നിന്നിട്ട് രണ്ടാമത്തെ സമാധിയിലേക്ക് ഒരു വിഷയം, അതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ 2 പേരും മരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ ആരും സമാധിയാകാത്തത്? രാമായണമെങ്കിൽ എന്ത് ചെയ്യണം? ഇരുട്ടുമായണം. ഇവിടെ ഇരുട്ടുമായണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥൂലം സൂക്ഷ്മം കാരണത്തിനകത്താണ്. കാരണം ഇരുട്ടും രാത്രി ഉണ്ടാക്കുന്നു. കാരണത്തിൽ കർമ്മം ഇരിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, ശരീരം, ദൈവം, സ്ഥൂലം സൂക്ഷ്മം കാരണം, ഇവ മൂന്നിനെയും ഐക്യപ്പെടുത്തി വരുമ്പോൾ രണ്ടാമതൊരു സമാധി വരുന്നുണ്ട്. അതിനൊരു വിദ്യയും ഉണ്ട്. ഒന്നാമത്തെ സമാധിക്ക് പൂജാകർമ്മങ്ങൾ പോയിട്ട് ഒരു വിദ്യയുണ്ട്. സുഖമായിട്ട് ന്യായമായ സമാധികൾ കിട്ടും. അത് പൂർണ്ണ സമാധി ആവുമെന്ന് ഞാനും പറയുന്നില്ല, ഋഷിമാർ പറയുന്നില്ല. ഋഷിമാർ പറയാത്തത് എനിക്കും പറയാൻ പറ്റില്ല, എൻ്റെ ഗുരുവിനും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ പിതാക്കന്മാർ, മുമ്പേ വന്ന പിതാക്കന്മാർ അനുഭവമായിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. നമുക്ക് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. ആരെങ്കിലും പുതിയതായിട്ടൊന്ന് സൃഷ്ടിക്കണമെങ്കിൽ, സൃഷ്ടിച്ചൊരു വിദ്യ എടുക്കണമെങ്കിൽ ആ വ്യക്തി ആരായിരിക്കണം? ഇരിക്കുന്നതിനെ തന്നെ മന്ത്രങ്ങളെ ഒലിപ്പിച്ച് നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ടൊരു സൃഷ്ടി സംഹാരം സ്ഥിതി നടക്കണമെങ്കിൽ അവൻ പൂർണ്ണ ദേവനായി മാറണം, ഇകത്തിൻ്റെ രചിതാവായി മാറും. അതാണ് ഋഷിമാർ വന്നത്. അതാണ് വൈകുണ്ഠസ്വാമികൾ അവിടെ വന്ന് അവസാനം വന്ന് കുറേ സൂചിപ്പിക്കുന്നുണ്ട്. വള്ളലാർ തിരുവടികൾ നമ്മൾ അവസാന കാലഘട്ടത്തിൽ 100-200 കൊല്ലത്തിനകത്ത് വന്നവരാണ്. അവിടെയെല്ലാം സമാധിയെക്കുറിച്ച് അവരൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അനുഭവമുള്ളവരെ കണ്ട് അനുഭവമുള്ളവരെ പിറകെ പോയാൽ നമ്മളും അനുഭവിക്കും ആ വിഷയം. രണ്ടാമത്തെ സമയത്തിൽ 2 പേർക്കും മരണമുണ്ട്. അപ്പോൾ എന്താണ് സമാധി? സമാമാകണമെങ്കിൽ, നമ്മൾ ദൈവമായിട്ട് സമാമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ജനന മരണ പിണി അറുക്കണം. ജനന മരണ പണി എന്ന് പറഞ്ഞാൽ എന്തോന്ന്? അച്ഛനിലും അമ്മയിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മങ്ങൾ, അച്ഛനിലിരുന്ന കർമ്മങ്ങൾ അച്ഛനും അമ്മയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ജനിക്കാൻ മോഹം, നമ്മൾ ജനിക്കാൻ കാരണം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മോഹം. ആ മോഹത്തിൽ നിന്ന് നമ്മൾ ജനിച്ചപ്പോൾ അച്ഛനിൽ നിന്ന് അണുക്കളിൽ നിന്നാണ് അച്ഛനിലിരുന്ന സകല രോഗങ്ങളും ആ അണുക്കളിൽ നിന്ന് അമ്മയിലേക്ക് പകർന്ന് അമ്മയിൽ നിന്ന് നീട്ടിയ രോഗങ്ങളും പഞ്ചഭൂതങ്ങൾ കൂടി നിന്ന് അച്ഛനും അമ്മയിൽ നിന്ന് പഞ്ചഭൂതങ്ങളും അമ്മയ്ക്കിൽ നിന്ന് കൊണ്ടിട്ട് വിത്തും പൊടിച്ച് അവിടെ നിന്ന് പഞ്ചഭൂതങ്ങളും കൂടി ഒരുമിച്ച് കരൂര് രതികലയും രസകലയും കൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ടം തുറന്ന് അണ്ടപിണ്ട അയന്മാർ അവിടെ പോറ്റി അണ്ടപിണ്ട അയന്മാരെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, വെള്ളം, തീ, കാറ്റ്, വായു, ആകാശം, പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശം. ഇതിനകത്ത് വരുന്ന പഞ്ചഭൂതങ്ങളിനകത്ത് വരുന്ന ആ കൂട്ടിച്ചേരുവാണ് തലയിലെഴുത്ത്. ആ എഴുത്ത് ആർക്കും മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ സമാധിയിൽ ഈ തലയിലെഴുത്തിനെ മാറ്റിയാൽ മാത്രമേ, അഴിച്ചാൽ മാത്രമേ, കുറച്ചെങ്കിലും ആയാൽ മാത്രമേ, അതിലൊരു തട്ടെങ്കിലും മേൽത്തട്ടിൽ തുറന്നാൽ മാത്രമേ, ബ്രഹ്മതന്ത്രത്തിൽ ചെന്ന് തട്ടി കുറച്ചെങ്കിലും തുറന്നാൽ മാത്രമേ രണ്ടാമത്തെ സമാധിയിലേക്ക് കുറച്ചെങ്കിലും നമ്മളൊരു കുഴി എന്തെങ്കിലും എടുത്തിട്ട് അളവും തിരിയും വെച്ചിരുന്നാൽ എന്തെങ്കിലും കിട്ടും. അതിനുവേണ്ടി നമ്മളെന്തിനും സാധകം ചെയ്യണം. അതിന് പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം, അഷ്ടരാഗങ്ങളെ ജയിക്കാനുള്ള അഭ്യാസം കണ്ടിരിക്കണം. നവദോരങ്ങളായി നിൽക്കുന്ന നവഗ്രഹവാസലായിട്ട് നിൽക്കുന്ന ദശം 10 ഇതാണ് ദശരഥ, അതാണ്
രാമായണമെങ്കിൽ എന്ത് ചെയ്യണം? രാമായണത്തിൽ രാവണൻ്റെ 10 തലയും അറുത്ത് മാറ്റണം. രാമൻ ഓരോ തലകളും അറുക്കുമ്പോൾ എന്തു ചെയ്യും? ഒരുമിച്ച് കൊണ്ടിരുന്നു മായ. കാരണം പഞ്ചഭൂതങ്ങളെ ജയിച്ചില്ല. ഈ നവദോരങ്ങളിൽ കൂടി പഞ്ചഭൂതങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചഭൂത വായുക്കൾ ക്രമീകരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അകമഞ്ച് വായുക്കൾ, പുറമഞ്ച് വായുക്കളായിട്ട് 10 വായുക്കളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ 10 വായുക്കളെയും ഒന്നായി കെട്ടുന്നവനാണ് പരമയോഗി. രണ്ടാമത്തെ സമാധിക്ക് ഈ 10 ദശവായുക്കളെയും കെട്ടി നവദോരങ്ങൾ ചെയ്ത് എന്നിലൂടെ ഞാൻ എന്നെ ഊതി ഉണർത്തണം. അപ്പോഴേ ഞാൻ അറിയുന്നുള്ളൂ ഞാനാണെന്ന്. അപ്പം ഞാനെന്ന് വസ്തു ഉണരും. അപ്പം നവഗ്രഹ, അതാണ് ഒന്നാമത്തെ സമാധിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പൂജാകർമ്മങ്ങളിൽ നവഗ്രഹങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു അവരവരിൽ. അതാണ് അങ്ങനെ ഞാൻ എടുത്ത് 3 സമാധിയും പറയുന്നത്. ഈ നവഗ്രഹ വാസലെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ മരിക്കും. കാരണം ഇവിടെ സൂര്യനും ചന്ദ്രനുമാണ് ജനന മരണ പിണി ഉണ്ടാക്കുന്നത്. അവിടെ സൂര്യനും ചന്ദ്രനുമായിട്ട് നിൽക്കുന്നത് അച്ഛനും അമ്മയും, മാതാവും പിതാവുമായി അതിനെ ശക്തിയും ശിവനുമായി നിൽക്കുന്നു. ഇവരാണ് കർമ്മത്തിൻ്റെ ഡ്യൂട്ടിക്കാർ. അച്ഛനും അമ്മയും ബന്ധം നടത്തി ഒരു കുഞ്ഞിനെ നമുക്ക് നമ്മൾ ഇഹലോകത്ത് പറപ്പിച്ചിട്ട് അച്ഛനും അമ്മയും അങ്ങ് മാറി. ചിലപ്പോൾ അമ്മ ആ സമയത്ത് മരിക്കാം, അച്ഛൻ മരിക്കാം. അപ്പോൾ അച്ഛന്മാർ വളർത്തുന്നതോ പലവരുമായി നമ്മളെ വളർത്തിയാലോ നമ്മളെ അച്ഛനും അമ്മയും നമുക്ക് തിരിച്ചറിഞ്ഞില്ല. ഉൽപ്പത്തിയിൽ തന്നെ 2 പേര് മരിച്ചു പോയാൽ ഉൽപ്പത്തി സമയം കഴിഞ്ഞിട്ട് പ്രസവിച്ച ഉടനെ ഒരു കുഞ്ഞു അച്ഛനും അമ്മയും മരിച്ചു പോകണവർ എത്രയോ പേരുണ്ട്. അപ്പോൾ യഥാർത്ഥ അച്ഛനും അമ്മയും ഇതിനകത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. അപ്പോൾ ആ അച്ഛനും അമ്മയും ആരാണെന്ന് ഗുരു കാണിച്ചു തരണം. അവിടെയാണ് നമ്മുടെ പാപങ്ങളും കർമ്മങ്ങളും തീരാൻ നമ്മളെ അച്ഛനും അമ്മയും വീണ്ടും ഇരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, നിനക്ക് അച്ഛനും അമ്മയും നിന്നിൽ തന്നെ ഇരിക്കുന്നു. നിനക്ക് സൃഷ്ടി തന്നെ അച്ഛനും അമ്മയും നിന്നിൽ തന്നെ വിളക്കിയെടുക്കാൻ ഞാനൊരു വിദ്യ തരാം. അതാണ് അഗസ്ത്യരും 18 പേരും വീണ്ടും ലോകത്തേക്ക് വന്ന വിദ്യകളെല്ലാം മൺമറഞ്ഞു പോയി. ആ വിദ്യ നവഗ്രഹ വിദ്യ ജയിക്കുന്ന വിദ്യയാണ്. അത് കറക്റ്റ് വിദ്യയാണ്. രണ്ടാമത്തെ വിദ്യ സാധാ സമാധി കിട്ടും വിദ്യ. സമാധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. സമാധി വിദ്യയെക്കുറിച്ച് 3 സമാധിക്ക് 3 വിദ്യയുണ്ട്. ഭക്തിമാർഗം അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. അത് ഞാൻ പറയാൻ യോഗ്യനൊന്നുമല്ല. ദൈവം ചെയ്തിരിക്കുന്നതാണ് ഈ ലോകത്ത്. ഭക്തിമാർഗം വേണം. ഭക്തിമാർഗം ഉണ്ടെങ്കിലേ മനുഷ്യന് പിടിച്ചു നിൽക്കാനും വ്രതങ്ങളും ഒക്കെ എടുത്ത് നിൽക്കാനും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ഒതുക്കാനും. ഇന്നത്തെ മൊബൈലുള്ള കാലത്ത് അല്പസമയം മൊബൈലിൽ കൂടി കൊടുത്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നു. അതൊന്നും ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ ഈ അനുഭവത്തിൽ കൂടിയുള്ളത് മാത്രമേ ഞാൻ പറയാൻ വരുന്നുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ സമാധിയിൽ ജനന മരണ പിണിയറുത്ത് ഉത്തുവരെ മാറിയാലല്ലേ സമത്വമാവൂ. കർമ്മം ജനന മരണ പിണിയിൽ നിൽക്കുകയല്ലേ. അപ്പം കർമ്മത്തെ ജയിക്കണ്ടേ. കർമ്മത്തിന് അപ്പം സമാധി വിദ്യ എന്ന് പറയുന്നത് എന്തോന്നാണ്? കർമ്മത്തോടുള്ള പോരാട്ടം. ഇവിടെ ഒരു യുദ്ധം, മനേന്ദ്രിയ യുദ്ധം, ആത്മീയ യുദ്ധം, ജീവാത്മാവിനെയും പരമാത്മാവിനെയും കൊണ്ട് ഉള്ള അഭ്യാസം. അതെങ്ങനെ ചെയ്യാം? അകത്തും ചെയ്യാം, പുറത്തും ചെയ്യണം. അകത്തും പുറത്തും ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ വിദ്യയ്ക്ക് ഒരു ശാന്തത വരും. ആദ്യത്തെ വിദ്യയ്ക്കുള്ള വിദ്യ അത് ലയനങ്ങളാണ്. അത് ഭാര്യ മക്കളോട് കഴിഞ്ഞു പോകാനുള്ളത്. രണ്ടാമത്തെ വിദ്യയിൽ കയറുമ്പോൾ കുടുംബത്തിൽ നിന്ന് മാറിയിരിക്കണം. രണ്ടാമത്തെ വിദ്യയിൽ 50-60 വയസ്സ് കഴിഞ്ഞ് ജോലിയുള്ളവരൊക്കെ പെൻഷനായിട്ട് വന്നിരുന്ന് പറയാറുണ്ട്. ഞാൻ അടുത്ത് വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്, ഞാൻ സന്യാസം സ്വീകരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം പിന്നീടാണെന്ന്. പക്ഷേ ഈ ആദ്യത്തെ വിദ്യയെ കൂടി ഞാൻ സൂചിപ്പിക്കാൻ കാര്യം ഈ രണ്ടാമത്തെ വിദ്യയെക്കുറിച്ച് പറയണവർ കൂടി ആലോചിച്ചിട്ടാണ് ആ വിഷയം പറയാൻ വേണ്ടി എന്ന് കൂടി ഞാൻ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഓരോ വിദ്യാർത്ഥികളും വരാൻ പോകുന്ന കാലത്തുള്ള ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചാണ് ഈ സന്യാസം എന്ന വിഷയം കൈകാര്യം ചെയ്യാൻ. അത് കളിക്കാനുള്ളതല്ല. ഈശ്വരൻ്റെ കൂടി കളി അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകണ്ട. ഈശ്വരനോട് ഭക്തനാവണം. അവിടെ ഗുരുഭക്തി, ഗുരുസേവ, ഗുരു അനുസരണ. ഇവിടെ ഗുരുഭക്തി വരുമ്പോൾ എല്ലാം ആവും. അവിടെ ഗുരുസേവ വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വിദ്യയെ വാങ്ങിച്ചുകൊണ്ട് ശിഷ്യ അങ്ങ് പോകും. പിന്നെ ഇവിടെ രണ്ടാമത്തെ വിദ്യ ഇരിക്കുന്നു. മൂന്നാമത്തെ ഹൈ റേഞ്ച്. ആ വിദ്യ വരുമ്പോൾ പരമഗുരുവൊക്കെ ആരാണെന്നും നമുക്ക് വിളിപ്പിക്കാം. രണ്ടാമത്തെ വിദ്യ പറഞ്ഞു തീർന്നില്ല. രണ്ടാമത്തെ വിദ്യ പറഞ്ഞു തീരാൻ ഇനി സമയമുണ്ട്. അവിടെ ജനന മരണ പിണിയറക്കണം, സൂര്യനെയും ചന്ദ്രനെയും ജയിച്ചിരിക്കണം. രണ്ടാമത്തെ വിദ്യയിൽ സമാധിയാവണമെങ്കിൽ സൂര്യനും ചന്ദ്രനും നമ്മുടെ ശരീരത്തിൽ അടങ്ങണം. അടക്കിയിരിക്കുന്നതാണ് വിദ്യ.
മൂന്നാമത്തെ വിദ്യ എന്ന് പറയുന്നത് എല്ലാം തുറവിയാണ്. എല്ലാം ബ്രഹ്മാണ്ടമെല്ലാം അടിച്ച് തുറപ്പാണ്. അതൊക്കെ തുറക്കുമ്പോൾ ഭൂലോകം തുറക്കുമെന്നല്ലേ പറഞ്ഞു. ഭൂലോക കതവിനെ തുറക്കുന്ന വിദ്യയാണത്. അപ്പം അതൊന്ന് സൂചിപ്പിച്ച് വെച്ചത് മൂന്നാമത്തേൽ കിടക്കുമ്പോൾ നമുക്കറിയാം. അപ്പം രണ്ടാമത്തെ വിദ്യയിൽ മരണജനന പിണിയറക്കണം. സമാധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നവദോരങ്ങൾ പൂട്ടും. 9 നവദോരങ്ങളും പൂട്ടി ഏകമായി ഒരു പരബ്രഹ്മത്തിലിരിക്കുന്നതാണ് വിദ്യ. വാസൽ 9 അടച്ചു ഞാൻ തില്ലാത്തൊരു കൂട്ടിൽ നിന്ന് ആ നന്ദിയെ കണ്ടേനേയും തീൻ 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 എന്ന് പറഞ്ഞാൽ ജ്യോതി, പ്രകാശം. ആദിയാകുന്ന ആദിയിൽ ജ്യോതിയിൽ ഞാൻ ലയിച്ചേ. ഇവിടെ ഒന്നാമത്തെ വിദ്യയിൽ ചെയ്യുമ്പോൾ മന്ത്രവും ജപവും ഒക്കെ കിട്ടുമ്പോൾ ജ്യോതിയും വെട്ടവും ഒക്കെ കാണും. അതൊക്കെ മായയിൽ കാണുന്നതാണ്. ഒന്നാമത്തെ ലൗകിക ചിന്തയിലേക്ക് അതും ഒരു മായയാണത്. മന്ത്രവും തന്ത്രവും ഒക്കെ ജപിച്ചിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കണ്ണടച്ചോ നെറ്റിയിലോ മൂക്കിലോ എവിടെ വേണമെങ്കിലും നോക്കാം. അത് മായയിലിരിക്കുമ്പോൾ മായയിൽ കിട്ടുന്ന ജ്യോതിയും പ്രകാശവും അതിലും പവറുണ്ട്. ഞാൻ ഒന്നിലും പവറില്ല എന്ന് പറയുന്നില്ല, എല്ലാം പവറുണ്ട്. ഈ പവറുകളാണ് നമ്മളെ മറുഭാഗത്തേക്ക് കടത്തിവിടാത്തത്. രണ്ടാമത്തെ വിദ്യയിൽ ജനന മരണ പിണിയറക്കുമ്പോൾ എന്തു ചെയ്യും? ശ്വാസത്തിൻ്റെ നില കുറയും. ശ്വാസത്തിൻ്റെ നില കുറയും. 21,600 ശ്വാസം, 21,600 ശ്വാസം ഒരു മനുഷ്യ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യവും 120 വയസ്സോടെ വരുന്ന പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നല്ല സമയവും പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി അച്ഛനും അമ്മയുടെയും രോഗാവസ്ഥയൊന്നും ഇല്ലാതെ പൂർണ്ണ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ വരുമ്പോൾ മരണം എപ്പോഴും സംഭവിക്കാം. രോഗാവസ്ഥയിലൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വരുമെങ്കിൽ 120 വയസ്സ് 120 കഴിഞ്ഞ് വരുന്ന അവസ്ഥയിൽ കിട്ടുകയാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവനും ദീർഘായുസ്സോടു കൂടി ഇരുന്ന് വരികയാണെങ്കിൽ അവന് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 21,600 ശ്വാസാമൻ ശ്വസിക്കാൻ പൂർണ്ണ ആരോഗ്യമുള്ളവന് കഴിയുമെന്ന് നമ്മുടെ വേദശാസ്ത്രങ്ങളും നമ്മുടെ വൈദ്യശാസ്ത്രങ്ങളും പ്രത്യേക ഒരു വൈദ്യൻ പഠിക്കുമ്പോൾ 21,600 ശ്വാസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പഞ്ചഭൂതങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു യോഗി പഞ്ചഭൂതങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നവദോരങ്ങളെക്കുറിച്ച് കറക്റ്റ് അറിഞ്ഞിരിക്കണം. നവദോരങ്ങളെ നിയന്ത്രിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അഷ്ടരാഗങ്ങളെക്കുറിച്ച് കറക്റ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. ഈ അഷ്ടരാഗങ്ങളെക്കുറിച്ചിരിക്കുന്ന വാസലുകളും അഷ്ടരാഗങ്ങളിൽ കൂടി കടന്നുകൊണ്ടുപോയിരിക്കുന്നതും ഈ അഷ്ടരാഗങ്ങളിൽ ചാടി എഴിക്കുന്ന മനസ്സിനെയും കണ്ണിനെയും അടക്കാൻ വിദ്യ കണ്ടിരിക്കണം. മനസ്സ് പോകുമ്പോൾ കണ്ണങ്ങ് പോയി. പിന്നെ കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റാതെ സൂര്യനും ചന്ദ്രനും കൂടി നമ്മളിലിരുന്ന് പഞ്ചഭൂതങ്ങളെ അറിയാതെയും എന്നെ അറിയാതെ വരുമ്പോൾ എന്തു ചെയ്യും? പഞ്ചഭൂതങ്ങൾ മരണസമയത്ത് ഈ പഞ്ചഭൂതങ്ങളെ എന്നിലൂടെ അറിഞ്ഞ് ഒന്നിക്കാത്തത് കൊണ്ട് പഞ്ചഭൂതങ്ങൾ കരഞ്ഞുകൊണ്ടാണ്, വേദനയോടുകൂടിയാണ് ഈ ശരീരത്തിൽ പല രോഗങ്ങളും പിടിപെട്ട് വേദനയോടുകൂടിയാണ് ഈ ശരീരത്തിൽ നിന്ന് കൂടുവിട്ട് പിരിയുന്നത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് നോക്കാം, പല ആശുപത്രികളിൽ നോക്കാം. വേദനയറ്റ് കിടക്കുന്ന ശരീരങ്ങളെ കണ്ടാൽ രോഗം കൊണ്ട് കിടക്കുന്ന ഭക്തിമാർഗത്തിൽ വന്നവരും മോക്ഷമാർഗത്തിൽ വന്ന മുക്തിമാർഗത്തിൽ വന്നവരും ഓരോ ആളുകളും കിടക്കുന്ന അവസ്ഥകൾ കണ്ടാൽ കരഞ്ഞു പോകും. എന്തുകൊണ്ട്? കർമ്മം പിടിപെട്ടത്. രണ്ടാമത്തെ വിദ്യയിൽ നവദോരങ്ങളെയെല്ലാം പൂട്ടുന്ന വിദ്യ. ഒന്നാമത്തെ വിദ്യയിൽ ഞാൻ എന്താ അത് പറയാത്തത്? വീണ്ടും അതിൽ എടുത്തു പറയാം, നിങ്ങൾക്ക് സംശയം തീരാൻ വേണ്ടി. വീണ്ടും ഭക്തിമാർഗത്തിൽ ദൈവം എന്താണ് ഭക്തിമാർഗം വയ്ക്കേണ്ട കാരണം എന്താണ്? അതുകൂടി ഒരു ചോദ്യമാണ്. ഭക്തിമാർഗത്തിൽ വയ്ക്കേണ്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ മന്ത്രവും ജപവും ഒക്കെ കഴിഞ്ഞ് വീണ്ടും കുടുംബ ബന്ധങ്ങൾ വരുന്നു. ഈ കുടുംബ ബന്ധങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും? നവദോരങ്ങൾ പൂട്ടി യോഗം ചെയ്തിട്ട് വീണ്ടും കുടുംബ ബന്ധങ്ങൾ വരുമ്പോൾ നവദോരങ്ങൾ വീണ്ടും തുറന്നു പോകുന്നു. നവദോരങ്ങളെയെല്ലാം അടച്ചു വരുമ്പോൾ അടച്ചു പൂട്ടി കയറിയാലല്ലേ ബ്രഹ്മേന്ദ്രം തുറക്കൂ. ഈ 9 നവവാസലുകളെയും പൂട്ടി 9 കൂടി നിൽക്കുന്ന മനസ്സിനെയും അക്ഷരാഗങ്ങളിൽ നിൽക്കുന്ന കാരണത്തെയും പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയെയും എല്ലാം അടക്കി 96 തത്വമാകുന്ന ഈ ശരീരത്തിനെയും നിൽക്കുന്ന ജീവാത്മാവും പരമാത്മാവും എന്ന 2 അദ്വൈതമാണ്. ആ തത്വമസിയെ ഒന്നാക്കണം. ആ തത്വമസിയാണ് ഞാനും നീയും. ആ ഞാനും നീയുമായിട്ടിരിക്കുന്ന തത്വമസിയെ ഒന്നാക്കി ആദിയിൽ ലയിപ്പിച്ച് ദൈവമായിട്ട് സമാധിയാകുമ്പോൾ ഈ ആദിയിലേക്ക് പോകുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞ് എണ്ണങ്ങളിലും ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെ എണ്ണം കുറഞ്ഞ് അത് ലയിച്ചു വരുമ്പോൾ അവ എന്തു ചെയ്യും? ആദിയിലേക്ക് പുറപ്പെടും.
അവൻ്റെ യാത്ര. അവൻ ഒരു വലിയ അഷ്ടരാഗത്തിൻ്റെ കാട് വെട്ടി തുറക്കുകയാണ്. രാമൻ കാട്ടിൽ കിടന്നത് ശരീരമെന്ന കാട്ടിലാണ് കിടന്നത്, രാമായാൻ വേണ്ടി വന്നത്. ആ 12 കൊല്ലം എന്ന് പറയുന്ന 12 സ്ഥലമുണ്ട് ഇതിനകത്ത്. 12 ശിവലിംഗങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. അതിൽ 3 ലിംഗങ്ങളാണ് പ്രധാനപ്പെട്ട ലിംഗം. ആ 3 ലിംഗങ്ങളിലാണ് നമ്മളെ 12 ലിംഗങ്ങളും 12 സ്ഥലങ്ങളും നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഈ 12 ലിംഗങ്ങളും 12 ശരീരത്തിൻ്റെ ഭാഗത്തിരിക്കുന്ന 12 സ്ഥലങ്ങളും ഗുരു വിദ്യ കൊടുക്കുമ്പോൾ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഓപ്പണായിട്ട് പറയാനുള്ളതൊന്നും അല്ല, ഗുരു ഉപദേശങ്ങളാണ്. ആ 12 ലിംഗം ഇതിനകത്താണ് ഇരിക്കുന്നത്. അതിൽ 3 ലിംഗങ്ങളെക്കുറിച്ച്, ഒന്ന് ഏകാലിംഗം, ഏകമായി ഇരിക്കുന്ന പരമപീഠമാകുന്ന ഈശ്വരൻ കർമ്മത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അഗ്നിയാകുന്നതാണ് ഏകാലിംഗം. ഏകം പരബ്രഹ്മം, സൃഷ്ടി, ചലിക്കുന്ന ചക്രം, അത് ഏകാലിംഗം. ചൊക്കാലിംഗം സ്ഥൂല ശരീരം, കുരങ്ങനെ പോലെയും ചൊക്കനെ പോലെയും ഈ മനസ്സിനായിട്ട് ചിന്തിച്ച് ആശാഭാസങ്ങളിൽ കുരങ്ങനെ പോലെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഏകാലിംഗം, അതാണ് ഭക്തിമാർക്ക് ആദ്യം. ഒന്നാമത്തേൽ ഈ കുരങ്ങൻ്റെ അവസ്ഥ മാറാൻ വേണ്ടിയാണ് പൂജാകർമ്മങ്ങളൊക്കെ ഈ ലോകത്ത് വന്ന് മാറി. നീ എന്നിലേക്ക് വരാൻ കുറച്ച് ഭക്തിയിലൊക്കെ നിന്നിട്ട് വാ, അപ്പം നിൻ്റെ മനസ്സൊക്കെ മാറി വരുമെന്ന്. അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം. അടുത്ത് ഏകാലിംഗം ആയി ചൊക്കാലിംഗം, അത് ഭൗതിക ജഡീകമായി ഇരിക്കുന്ന സ്ഥൂല ശരീരം. അടുത്ത് ഏകാലിംഗം. അടുത്ത് അടങ്ങാത്ത ലിംഗം സ്ഥൂലം, സൂക്ഷ്മം. വായുവിനാർക്കും സൂക്ഷ്മ ശരീരം, വായുവിനാർക്കും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പം സ്ഥൂലമാകുന്ന മായാശരീരത്തിനെ കാണാൻ കഴിയുന്നു. കാരണശരീരം അഗ്നിയായിട്ട് കാണാൻ കഴിയുന്നു. വായുവിനെ നമ്മൾ വായുവായിട്ട് കാണാൻ കഴിയുന്നു. വായുവിലെ വായു ലയിക്കും, അഗ്നിയിലെ അഗ്നി ലയിക്കും. ശരീരം മണ്ണിനോട് ലയിക്കും, മണ്ണ് മണ്ണിനോട് ലയിക്കും. അങ്ങനെയാണ് 3 അവസ്ഥ വരുന്നത്. 3 നേരത്തെ ഉള്ള പ്രസംഗങ്ങളിൽ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അഗ്നിമണ്ഡലം, ആദിത്യമണ്ഡലം, ചന്ദ്രമണ്ഡലം. ചന്ദ്രമണ്ഡലം ചന്ദ്രനായി, സൂര്യമണ്ഡലം പരമഗുരുവാകുന്ന സൂര്യനായി. അവിടെ ഈ സൂക്ഷ്മ ശരീരം കൊണ്ടാണ് സ്ഥൂല ശരീരത്തെ ജയിച്ച് മാത്രമേ അപ്പുറത്തെ കടവ് കടക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ജനനമരണ പിണിയറുക്കണം. ജനനമരണ പിണിയറുക്കണമെങ്കിൽ 3 രേചക പൂരക കുംഭകം ഒന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു കുറച്ച് അങ്ങ് അകത്തായി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആവില്ല. അതൊക്കെ പരീക്ഷണങ്ങളിൽ ഒരുപാട് ഋഷിമാർ പരീക്ഷിച്ച് നോക്കി. ഈ 9 നവദ്വാരങ്ങളിൽ വരുന്ന ശ്വാസങ്ങളെ ഒന്നായിക്ക് ലയിപ്പിച്ച് ആദ്യം ലയിക്കുന്ന ഒരു സമാധിയാണ് രണ്ടാമത്തെ സമാധി. അതിൽ ബ്രഹ്മേന്ദ്രത്തിൽ കുറച്ചെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ നിന്നാൽ ചിലപ്പോൾ തുറന്നു കൊടുക്കും. ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഭക്തൻ്റെ സാധകം കൊണ്ട്. അതാണ് ഒരു ഭക്തൻ ആരെ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവം ആരെയെ തിരിഞ്ഞു നോക്കേണ്ടത്? യഥാർത്ഥ ഭക്തൻ ആരാ? എന്നെ അറിയുന്നവൻ. അതുകൊണ്ടാണ് പറഞ്ഞ കാലത്തിൻ്റെ വളർച്ചയ്ക്കൊത്തു വളർന്നു ഞാനും എൻ്റെ പഞ്ചഭൂതങ്ങളും. കണ്ടാ, അവിടെ കുണ്ടലിനി ശക്തി അമ്മ പറയുന്നു, കാലത്തിൻ്റെ വളർച്ചയ്ക്കൊത്തു വളർന്നു ഞാനും എൻ്റെ പഞ്ചഭൂതങ്ങളും. എന്നാൽ ഈ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന സ്ഥൂല ശരീരത്തിരിക്കുന്ന കാമക്രോധങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരത്തെ, അല്ലെങ്കിൽ അതിനെ അക്ഷരാഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരത്തെ, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരത്തെ, നവദ്വാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരത്തെ, എന്നാൽ കാലത്തിൻ്റെ വളർച്ചയ്ക്കൊത്ത് വളർന്നു ഞാനും എൻ്റെ പഞ്ചഭൂതങ്ങളും 96 തത്വങ്ങളും. എന്നാൽ മരിക്കുമ്പോൾ ഭക്തിമാർഗമായാലും മുക്തിമാർഗമായാലും ആറ്റിലൊഴുകുന്ന കുപ്പ പോലെ മരിച്ചു പോയാൽ ചുട്ടു ചാമ്പലാക്കി ആറ്റിൽ കൊണ്ട് അങ്ങേറി ഒഴുക്കുകയാണ്. അപ്പോൾ എവിടെയാണ് സമാധി? എന്താണ് സമാധി? അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നാക്കേണ്ട ജോലിയാണ് സമാധി വേല. സമമാകുന്ന അവസ്ഥ അതാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടുപോകുന്നത്. ഒതുക്കുകയാണെങ്കിൽ എനിക്ക് 2 വാക്കിൽ ഒതുക്കാം, അതിൽ ക്ലാസ്സാവില്ല. അപ്പം ദൈവവും നമ്മൾ ഒന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മരണം സംഭവിക്കുന്ന 2 വസ്തുക്കളുണ്ട്. ജനന മരണ പിണി. ജനിച്ച് ഒരിക്കൽ ഒരാൾ ജനിക്കുന്നുള്ളൂ, ഒരിക്കൽ മരിക്കുന്നുള്ളൂ. 2 പ്രാവശ്യം ജനിക്കുന്നില്ല, 2 പ്രാവശ്യം മരിക്കുന്നില്ല. കിട്ടിയ ശരീരത്തിൽ ഒരിക്കൽ ജനിക്കുന്നുള്ളൂ, ഒരിക്കൽ മരിക്കുന്നുള്ളൂ. ജനനം കഴിഞ്ഞാൽ അടുത്ത് മരണം കൊണ്ട് സമയം നിശ്ചയിച്ചിരുന്നു. എന്തെന്ത് നേരത്തിലോ ഏത് നേരത്തിലോ യമൻ വരുമ്പോൾ മറ്റൊന്നും ഉതകാതെ കാലൻ വരുമ്പോൾ മറ്റൊന്നും ഉതകാതെ ഇവിടെ പഠിച്ചത് മന്ത്രങ്ങൾ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല. ഉടുത്ത തുണി പോലും നമുക്ക് എടുക്കാൻ സമയം കിട്ടില്ല എന്ന് ഋഷിമാർ പറയുന്നു. എന്തെന്ത് നേരത്തിലോ ഏത് നേരത്തിലോ യമൻ വരുമ്പോൾ മറ്റൊന്നും ഉതകാതെ
ഉറകാതെ. അപ്പോൾ എന്ത് ചെയ്യണം? സഹസ്രവേദം ശതകോടി കറ്റാലും അരജനിരകളിൽ പാത്രമേന്തി നടന്നാലും, ഏതെല്ലാം ശാസ്ത്രങ്ങളിൽ സഹസ്രവേദം നീ ശതകോടി കറ്റ് പഠിച്ചാലും മാത്തിര പോകുമ്പോൾ മാത്തിര ഈ അളന്നു വരച്ചിരിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഈ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദൊന്നിൽ നിന്ന് പോകുമ്പോൾ നിനക്ക് മരണം നിശ്ചയം. ഇതിനെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒന്നാക്കേണ്ട ജോലിക്കുള്ള സമയം നമുക്കിന്നില്ല. നമുക്ക് ആ സമയം ഒരുപാട് ടൂറ്, ഒരുപാട് യാത്ര, ഒരുപാട് സമയം. ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കുന്നില്ല, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ കേൾക്കുന്നില്ല. ഇന്ന് കലിയുഗം. അപ്പോൾ ഈ കലി നമ്മളിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ കലിയെ അടക്കി നമ്മളിൽ തന്നെ ധർമ്മം ജനിക്കണം. ഈ ധർമ്മം ജനിച്ചു ഈ നീതി ഇവിടെ അധർമ്മം ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പലതും ചെയ്യണം, ജാതി മതത്തോട് അടിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ള മനസ്സിനെ ഒതുക്കി ധർമ്മത്തിലേക്ക് നയിക്കുമ്പോഴേ ഒരു മനുഷ്യന് മാറ്റം വരൂ. അല്ലാതെ നമുക്ക് വലിയൊരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞ് മാത്രം ഒരു ലോകത്തൊരു മാറ്റം വരില്ല. ഇന്ന് മയക്കുമരുന്നും മദ്യത്തിനും മയക്കുമരുന്നിനും ചിന്തയ്ക്കും ജാതിയും മതത്തിൽ ഈ മനസ്സ് കിടന്ന് കുഴയാണ്. ഈ ചീഞ്ഞ ജാതി മതത്തിൽ കിടന്ന് മനസ്സ് കിടന്ന് കുഴയുന്നു. ഇതിനിടയ്ക്ക് ഏത് ജാതിയിലുള്ള സമാധിയാണ് നമുക്കെടുക്കാം? എല്ലാവരും നമ്മളെ ഈ ജാതിയും മതത്തിലും മുഴുകിക്കിടക്കുന്ന ഈ മനസ്സിനെ, മനസ്സ്, ശരീരം, ദൈവം മൂന്നായി നിൽക്കുന്നതിനെയും 3-9 നവദോരത്തിൽ പൂട്ടി നിൽക്കുന്നതിനെ നമുക്ക് ഒന്നാക്കാനുള്ള സമയം കണ്ടെത്തുകയാണ് ഇവിടെ ആവശ്യം. ഈശ്വരനും ദൈവമായിട്ട് ഒന്നാകുമ്പോൾ, സമത്വമാകുമ്പോൾ ആ സമമെന്ന അവസ്ഥയ്ക്ക് സമയം ഉണ്ടാക്കണോ? ഇവിടെ ജാതി മതത്തിനും വേണ്ടി നമുക്ക് സമയം ഉണ്ടാക്കണം. ഏത് വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് ഏത് തരത്തിലുള്ള സമാധിയാണ് ഇവിടെ ആവശ്യം? ഇഹലോക വാസത്തിനകത്ത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭക്തിമാർഗത്തിനകത്തുള്ള മന്ത്രങ്ങൾ ലയിച്ചില്ലേ ഏത് സമാധി വേണോ? കുറച്ചുകൂടി റേഞ്ച് മാറ്റി നവദോരങ്ങളെയും ശരീരങ്ങളെയും കുറച്ച് ജയിച്ചു വരുന്ന ഒരു സമാധി വേണോ? ഏത് സമാധി വേണോ എന്നുകൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് അത്ര അതീതമായിട്ടുള്ള ഒരു സമാധിക്കുള്ള പഠന ക്ലാസ് ഒന്നും ലോകത്തില്ല. അങ്ങനെ പഠന ക്ലാസ്, അങ്ങനെ സമാധിക്ക് വേണ്ടി ഒരു പഠന ക്ലാസ് ഇവിടെ ഒരിടവും ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ സമാധിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പഠന ക്ലാസ് ഇനി നമുക്കിപ്പോൾ പ്രത്യേകമായിട്ട് വന്നാൽ മാത്രമേ കുട്ടികൾ കുറച്ചുകൂടി മാറ്റം വരൂ. കാരണം അതിനകത്താണ് ഈ വിദ്യയുടെ, ഈ വേദങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഇരിക്കുന്നത് സാധകത്തിനകത്താണ്. ഈ വിദ്യകളും ശാസ്ത്രങ്ങളും വിദ്യയും ശാസ്ത്രവുമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എല്ലാം പറയുന്നുണ്ടെങ്കിലും സാധകമെന്ന വിഷയത്തിനകത്തുകൂടിയാണ് ഈ കൈയടക്കമാകുന്ന ഗുരു ഉപദേശം പൂർത്തിയാക്കി കൊടുത്താണ് ഈ വേദങ്ങളെ ഗുരു പൊളിക്കുകയാണ്. ഈ സാധക അഭ്യാസം കൊണ്ട് സകല വേദങ്ങളെ അവൻ ഭക്ഷിക്കുകയാണ്. ഇവിടെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും യവൻ ഡെയിലി ഭക്ഷിക്കുകയാണ്. ഈ 2 അഭ്യാസവും യവൻ കൊണ്ട് ഭക്ഷിച്ച് അകത്തിരിക്കുന്ന 8 അങ്കുലം പ്രാണനും 4 അങ്കുലം പ്രാണനും, ഇതാണ് 8 അങ്കുലവും 4 അങ്കുലം പ്രാണനെയും ഒന്നാക്കുന്ന അഭ്യാസമാണ് രേചകപൂരക അഭ്യാസം. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം, നമുക്ക് 8 അങ്കുലം പ്രാണനാണ്. അതാണ് അഷ്ടവിദ്യ 8 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദങ്ങളിൽ 8 സമാധികൾ പറയുന്നു യമനിയമത്തിനനുസരിച്ചു. ഈ 8 വിദ്യയും 8 സ്ഥലത്ത് ഉള്ളിൽ പ്രാണൻ തട്ടുന്നു. അതാണ് 8 അങ്കുലം പ്രാണൻ അകത്തും 4 അങ്കുലം പുറത്തും. അപ്പൊ 8 അങ്കുലവും 4 അങ്കുലവും രേചകപൂരക കുംഭകങ്ങളാണ്. രേചകപൂരക കുംഭകങ്ങളെങ്കിലും ഐക്യമായിട്ട് ഇരുത്തണമെങ്കിൽ നമ്മളെ ചീഞ്ഞ മനസ്സ് ജാതി മതത്തിൽ നിന്ന് മാറി ഏകമായ പരബ്രഹ്മത്തിൽ വന്ന് ഏകമായിട്ട് ലയിച്ച് നവദോരങ്ങളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന അഭ്യാസമാണ് അവിടെ വേണ്ടത്. ഉണർത്തുമ്പോൾ ഒരു ദിവസത്തിൽ അവൻ രാവിലെയും പകലെയും കൂടി വെളുപ്പാങ്കാലം 5 മണിക്ക് മൂലാധാരത്തിൽ നിന്ന് ഓം എന്ന അക്ഷരം ഉദിച്ചു നാഭിചക്രത്തിൽ വന്ന് അത് മുട്ടി ഇടകല പിങ്ങലകളിൽ കൂടി സഞ്ചരിക്കേണ്ട ഇടകല പിങ്ങലകളിൽ നാഭിയിൽ വന്ന് മുട്ടി, അതായത് നാഭിയിൽ വന്ന് മുട്ടി ഇടകല പിങ്ങലകളിൽ കൂടി ഈ വായു സഞ്ചരിച്ചു മുകളിലോട്ട് വന്ന് ഒരു ദിവസത്തിൽ 21,600 ശ്വാസമായി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കുന്നത് 64 കലാജ്ഞാനങ്ങളും 96 തത്വങ്ങളും പൂർത്തിയായി ഒരു ഉൽപ്പത്തി കിട്ടണമെങ്കിൽ അവൻ രേചകപൂരക കുംഭകം അറിഞ്ഞ ഒരു ഋഷിക്കോ മുനിക്കോ മാത്രമേ അങ്ങനെ ഒരു സൃഷ്ടിക്ക് എടുത്ത് അത് അബദ്ധത്തിൽ എങ്ങനെയോ പ്രപഞ്ചത്തിൽ കൂട്ടിച്ചേരുവാൻ നടക്കുന്ന ഒരു സമയങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ 24 മണിക്കൂറിനകത്ത് 8 സമയങ്ങൾ പ്രധാനമായി പറയുന്നുണ്ട്. ഈ 8 സമയത്തിനുള്ളിൽ അബദ്ധത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന മോഹങ്ങളിലാണ് ചില
സമയങ്ങളുണ്ട്. ഈ സമയങ്ങളിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം അനുസരിച്ച്, സൂര്യന്റെ അനുഗ്രഹിച്ചു, ചന്ദ്രന്റെ എല്ലാം കൂട്ടിച്ചേരുന്ന അനുസരിച്ച് അപ്പോഴും കിട്ടുന്നതാണ് കുട്ടികളെല്ലാം വലിയ വലിയ നിലയിലാകുന്നതും, ചിലപ്പം തനി സന്യാസിയായി പോകുന്നതും, അവൻ തുടക്കത്തിലെ വേദങ്ങൾ എഴുതുന്നതും, ശാസ്ത്രങ്ങളും. ഇതൊക്കെയാണ് കാരണം. അത് പേര്, ഇൻപം, അഴക്, പിണി, മൂപ്പ്, ചാക്കാല ഇവയാറും അവന്റെ കരുവിലെ അമിത്തു എന്ന് പേര്, പ്രസിദ്ധിയായ പേര്, ഇൻപം, അഴക്, പിണി, മൂപ്പ്, ആയുസിന്റെ മൂപ്പ് കണ്ട, ചാക്കാല, മരണം ഇവയാറും കരുവിലെ ഉൽപ്പത്തിയിലെ അമിത്ത പടിയിൽ എഴുതുന്നു. ഈ ആറ് വാസനയും നശിച്ചു, വാസനയെ കൊണ്ടുവന്ന വാസനയും ഇവിടുത്തെ ഉപദേശം കൊണ്ട് വാസനയെ നശിപ്പിക്കണം. ഈ വാസനയെ നശിപ്പിച്ചാൽ മാത്രമേ കർമ്മം മാറൂ. കർമ്മം മാറി രേചകപൂരക അഭ്യാസം ഒന്നാക്കി 8 അങ്കുലം അകത്തും 4 അങ്കുലം പുറത്തു വരുന്ന പ്രാണനെയും ഒന്നാക്കി ലയിപ്പിച്ച് കുംഭകമെന്ന അഭ്യാസത്തിൽ അവൻ അതിനകത്ത് കയറി ജോലി ചെയ്ത് അടക്കി ഇരുത്തി രണ്ടാമത്തെ സമാധിയിൽ ഇങ്ങനെ വന്ന് കൊണ്ടൊരുമിച്ച് അതിനിടയ്ക്ക് ഇവന് സമാധിയുടെ ലക്ഷണങ്ങൾ ഈ രണ്ടാമത്തെ സമാധിയിൽ രേചകപൂരക കുംഭകം പഠിപ്പിക്കുമ്പോൾ സമാധി ലക്ഷണങ്ങളെല്ലാം ഗുരുവിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, വന്നും പോയി ക്ലാസ് പഠിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ, അതുകൊണ്ട് ക്ലാസ് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സമാധിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവൻ അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കും. അവന്റെ അവധൂത അവസ്ഥകളും അവന്റെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവസാനം നാടിത്തുടിപ്പൊന്നും കാണൂല. അവൻ വെള്ളത്തിൽ കിടന്ന വെള്ളത്തിൽ കാണാം, ഇവിടെ നോക്കിയ പരലോകത്ത് കാണാം, പരലോകത്ത് നോക്കിയ ഇവിടെ കാണാം. അവൻ കണ്ണാടിയില്ലാതെ അവനവന്റെ കണ്ണാടിയിൽ നമുക്ക് പ്രതിബിംബം തിരിച്ചു കിട്ടി. നമുക്ക് മുഖം നോക്കാം, നമുക്ക് തന്നെ മുഖം നോക്കാം, നമുക്ക് ആ കണ്ണിന്റെ തന്നെ എല്ലാം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ തന്നെത്താനെ അറിഞ്ഞാൽ പിന്നെ താനെ അറിയണ്ട. അങ്ങനെ രണ്ടാമത്തെ സമാധി ഇവിടെ വന്നു. ഗുരു സമയങ്ങൾ പറയും, അവന് ഈ കൂട്ടിൽ നിന്ന് മതി, ഈ ലോകത്ത് ജീവിച്ചത് മതിയെന്ന്, ഇഹലോക ആശയെല്ലാം കഴിഞ്ഞു പരലോകത്തിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ സമാധിയെല്ലാം ഗുരു പഠിപ്പിച്ച് ഋഷീശ്വരന്മാരുടെ വഴിമാർഗങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു. അതിൽ നിന്നുള്ള അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നതെന്ന് മാത്രം കണ്ടാൽ മതി. ശാസ്ത്രം പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അനുഭവത്തിനകത്തൂടി അവൻ കണ്ട് അവന്റെ സമയം കുറിക്കും. അത് അതിനകത്ത് അഷ്ടസിദ്ധി 8 ഇതിനകത്ത് വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ സമാധിയിലും അഷ്ടസിദ്ധി വരുന്നുണ്ട്. ആ അഷ്ടസിദ്ധിനകത്തിരുന്ന് അതാണ് സിദ്ധന്മാരും അവിടെ ഇവിടെ യോഗികളിരുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്താൽ ചില രോഗങ്ങൾ മാറുന്നതും, ചിലവര് ചെന്ന് കൈ കാണിച്ചാൽ വരുന്നതും, ചിലവർ മൈൻഡ് ചെയ്യില്ല, ചിലവര് എങ്ങനെയൊക്കെ അത് ഒത്തു കിട്ടി എന്തെങ്കിലുമൊക്കെ, അതാണ് അവർ സിദ്ധികൾ കാണിക്കുന്നതും. ചിലപ്പോൾ അതുകൊണ്ടും സമാധിയാകണമെന്നില്ല. അതവൻ ചെയ്ത ഉപാസനയുടെ സിദ്ധാണ്. ഇവിടെ രണ്ടാമത്തെ വിദ്യ വേണമെങ്കിലും വാസലുകൾ അടച്ച പൂട്ട് തുറക്കണം. പൂട്ട തുറപ്പത് കയ്യാലെ. ഈ കതവിന്റെ പൂട്ട് തുറക്കണമെങ്കിൽ കൈ കൊണ്ട് കൊല്ലം ചെയ്ത പണി കൈ കൊണ്ടേ പറ്റൂ. പൂട്ടത്തുറപ്പത് കയ്യാലെ, മനപ്പൂട്ട് കൈ കൊണ്ട് തുറക്കാൻ പറ്റൂല. മനപ്പൂട്ട് മനേന്ദ്രിയ യുദ്ധം കൊണ്ടേ തുറക്കാൻ പറ്റൂ. പൂട്ടത്തുറപ്പത് കയ്യാലെ, മനപ്പൂട്ട തുറപ്പത് മെയ്യാലെ, മെയ്യഭ്യാസം കൊണ്ട്. മെയ്യാലെ കോണറുപ്പത്, അവിടെയാണ് പൂട്ടിയ കോണിരിക്കണമെന്ന്. കോണറുപ്പത് മനസ്സുക്കുള്ളേ, അവിടെ ഒരു തിരുവയനകത്തിരിക്കുന്ന, അതാണ് 8 അങ്കുലം പ്രാണൻ അകത്ത്, അകം ബ്രഹ്മാസ്മിയായിട്ട് ഞാൻ അവിടെ പൂട്ടി അടക്കി അഷ്ടരാഗങ്ങളുടെ 8 കുതിരകളെ ഇങ്ങനെ ചരടിൽ പിടിച്ച് ബേക്കിൽ സുഷുമന നാടി എന്ന ചരടിൽ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ്. കണ്ട, ഈ കൊടി പാറിപ്പറക്കണം. ജീവന്റെ കൊടി പാറി അവിടെ പറന്ന് ഇവിടെ ജാതി മത ചിന്തകളെല്ലാം മറന്ന് അവിടെ ഈ ഭക്തൻ ലയിക്കുമെങ്കിൽ 21,600 ശ്വാസം മൂക്കിലും വായിലും വന്ന് തട്ടി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഒന്നാക്കി ലയിപ്പിച്ചു ഒരു ലയനം, രണ്ടാമത്തേൽ അതിഭയങ്കരമായ ലയനം. അതിൽ ചിലപ്പോൾ നല്ലൊരു സമാധി കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ആ സമാധി വിദ്യ ചെയ്താൽ മാത്രമേ ആ വിദ്യ കിട്ടൂ. നേരത്തെയും രണ്ടിന്റെയും അന്തരംഗം ഞാൻ പറഞ്ഞു. ആ രണ്ടിന്റെയും അന്തരംഗത്തിൽ ഈ രണ്ടാമത്തെ സമാധിയിൽ ലയിക്കാം. അതിനെല്ലാം അഭ്യാസങ്ങളും ഒക്കെയാണ് വിഷയം. ലയിച്ച് നമുക്ക് ഭൂമിയുടെ ആശകളെല്ലാം വിട്ട് ആ മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാം ഈകലോകത്തിരുന്ന് എല്ലാം ചെയ്തു കൊടുത്ത് പരലോകത്തിലേക്ക് യാത്ര തിരിച്ച് അവിടെ ചെന്നിരിക്കാൻ വേണ്ടി ദൈവവും നമ്മളും കൂടി സമത്വമായി. അതാണ് പരമയോഗി. അവരാണ് ക്ലാസ് എടുക്കേണ്ടത്. അല്ല ഇവിടെ ഒരു ജാതി മതത്തിന്റെ രീതിയിലും ദൈവത്തിന് അന്വേഷിച്ച് പോകണ്ട. അതിനുവേണ്ടിയാണ് നമുക്കിവിടെ മറ്റു ക്ഷേത്രങ്ങൾ ആരാധനകളെല്ലാം തന്ന് ഭക്തിമാർഗത്തിൽ നിൽക്കണം. മനസ്സങ്ങോട്ട് പോവില്ല. അങ്ങനെ ഒരു ക്ലാസ് നമുക്കിവിടെ ഇല്ല.
ഏത് ക്ലാസ് വേണം, ഏത് രീതിയിൽ നമുക്ക് വിഷയങ്ങൾ വേണം, ഏത് രീതിയിലാണ് ആധ്യാത്മികം വേണമെന്ന് വേദങ്ങളുണ്ട്. ഇതിനുവേണ്ടി കോളേജോ സ്കൂളൊന്നും ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂല. ഇതിന് അവൻ അനുഭവത്തിൽ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഗുരുവും ദൈവവും കൂടി സമത്വമാകുന്ന സർട്ടിഫിക്കറ്റാണ്. ഈ ദൈവവും ഗുരുവും കൂടി സമമാകുമ്പോഴാണ് സമാധിയാകുന്നത്. സമാധി, ആദി, ആദി ഇന്ന് വന്നു, തിരിച്ച് ആദിയിലേക്ക് എത്തണം. എവിടെ നിന്ന് വന്നു? തിരിച്ചുള്ള അഭ്യാസം, വന്നിടത്തേക്കുള്ള തിരിച്ചയാത്ര. ഇവിടെ ഒരുപാടൊക്കെ ചില കാര്യങ്ങൾ കളയേണ്ടി വരും. എങ്കിൽ മാത്രമേ രണ്ടാമത്തെ സമാധിയിലേക്ക് കയറാം. അവിടെ വരുമ്പോൾ വായുവിന്റെ ലയനം കുറയും, അവധൂത അവസ്ഥ പ്രഖ്യാപിക്കും. അവധൂത അവസ്ഥയിൽ അവനെ തിരിച്ചു കാണും. അവന്റെ കണ്ണാടിയിൽ, നമുക്ക് വേറൊരു കണ്ണാടിയില്ല, ഈ കണ്ണാടിയിൽ ഈ പ്രതിബിംബം തിരിച്ചു കാണാം. തിരിച്ചു കണ്ടുകൊണ്ട് നമുക്ക് തന്നെ വേദങ്ങൾ രചിക്കാം. അവിടെ നിന്ന് ഈ ശരീരം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് വേദങ്ങൾ. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം ഋഷിമാരെല്ലാം എഴുതാൻ തുടങ്ങി. ബ്രഹ്മത്തിൽ കൊണ്ട്, അല്ലാതെ ഒരു ജാതിയോ മതത്തിലോ കൊണ്ട് നമുക്കിത് എഴുതാൻ പറ്റൂല. ഇത് ആരും വിചാരിക്കണ്ട. കർശനമായിട്ട് ഞാൻ പറയുന്നത് ഇത്രയും അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അത് വേണമെങ്കിൽ ഈ ആളിനാണെങ്കിൽ ശക്തമായിട്ടൊരു സമാധി മണ്ഡപം കെട്ടാം, സമാധി രൂപ രേഖയുണ്ടാക്കാം, അളവുണ്ടാക്കാം. അതിനൊക്കെ അളവും കണക്കുകളും ഉണ്ട്. ഈ സമാധിക്കും കണക്കുണ്ട്, ഭൗതിക സമാധിക്കും കണക്കുണ്ട്. ഈ സമാധിക്ക് ഇവിടെ കണക്ക് ഇത്ര ഇഞ്ച് താഴെ, ഇത്ര ഇഞ്ച് മുകളിൽ, ഇതിൽ 6 തട്ടിടണം. രണ്ടാമത്തെ സമാധിക്ക് കുഴികൾ റെഡിയാക്കുമ്പോൾ 6 തട്ട്, അതിന്റെ 6 പീഠം, ഇതെല്ലാമായി ഒരു മനുഷ്യ ശരീരമായിട്ടാണ്, 96 തത്വമായിട്ടാണ്, രേചക കുംഭക കണക്കനുസരിച്ചാണ് രണ്ടാമത്തെ സമാധിക്ക് സമാധിക്കുഴി റെഡിയാക്കാൻ. സമാധിക്കുഴിയുടെ അളവിന് നിയമങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ ലൗകികമാകുന്ന സമാധിക്കും അതിനും കണക്കുകളുണ്ട്. മറ്റത് ഒരു സമാധി തന്നെ ആയിരിക്കും. ആ കുഴിയെല്ലാം എടുത്തിരിക്കുമ്പോൾ അതൊരാളായിരിക്കും സമാധിക്കുഴി. ഇത് ഋഷിമാർ പറഞ്ഞിരിക്കുന്നു. എന്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ച മാർഗനിർദ്ദേശങ്ങളാണ് 3 രീതികളും. അതുകൊണ്ട് നമുക്ക് കാടും മേടും മറ്റു ഒരുപാട് സമാധിയിലേക്ക് പോണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ തുര്യം, തുര്യാതീതം കടക്കണമെന്നാണ് ഒരു പോയിന്റിൽ അവസാനിപ്പിക്കുന്നു. എല്ലാം പറഞ്ഞ് തുര്യാതീതം കടന്ന് പരോപകാരം, പരമിരിക്കുന്നിടത്ത് ഉപകാരം ചെയ്ത്, പരോപകാരമേ പുണ്യം, പരപീഡനമേ നാശം. പരോപകാരം, പരബ്രഹ്മം ഇരിക്കുന്നിടത്ത് നീ ഉപകാരം ചെയ്യണം. നിന്റെ കാമക്രോധങ്ങളും അക്ഷരാഗങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഓരോ ദിവസം അനുദിനം രാവിലെയും പകലും നീ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിനെ അനുദിനം പൂജ ചെയ്ത് പരോപകാരം ചെയ്ത്, പരത്തിൽ ഉപകാരം ചെയ്ത്, പരത്തിനെ ഈ ശരീരത്തിൽ നിന്ന് പീഡിപ്പിക്കാതെ, അമിത നീ ചെന്ന് അങ്ങ് ലൗകിക സുഖത്തിൽ പീഡിപ്പിക്കാതെ പരോപകാരം ചെയ്ത് നീ നിന്നിൽ തന്നെ ഇരുന്ന് എന്നിലൂടെ ഞാൻ എന്നെ ഊതി ഉണർത്തി ഇരിക്കുമ്പോൾ ഈ പ്രാണവായുവും രേചകപൂരക കുംഭമായിരിക്കുന്ന തത്വമസിയായിരിക്കുന്ന 2 വസ്തുവും ഞാനും നീയായിട്ടിരിക്കുന്ന 2 വസ്തുവും, അത് സൂര്യനും ചന്ദ്രനും തന്നെ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. നിങ്ങൾ അന്വേഷിച്ച് എവിടെ ഓടിയാലും കിട്ടൂല. അത് സൂര്യനും ചന്ദ്രൻ തന്നെ. പകല് മനസ്സ് ഒരിടത്ത് മനസ്സിരിക്കും. അത് ഉപബോധ മനസ്സും ബോധമനസ്സും രണ്ടായിട്ട് നിൽക്കുന്നു. ബോധമനസ്സും ഉപബോധ മനസ്സായിട്ടിരിക്കുന്ന 2 വസ്തുക്കളാണ് 2 അദ്വൈതം. അത് നമുക്ക് 3ാമത്തെ സമാധിയിൽ കയറുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയാം. പറഞ്ഞ് സമാധിക്കുഴിയൊക്കെ എടുത്തു ആ സാധകൻ തന്നെ പറയും, എനിക്ക് ഈ ലോകത്ത് ജീവിച്ചതൊക്കെ മതിയെന്ന് പറഞ്ഞ് ആ ലെവലിലുള്ള കുഴിയൊക്കെ എടുത്തു വരുമ്പോൾ അതിനൊരു കണക്കുണ്ട്. ആ കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അവന് ദൈവം കൊടുത്തിരിക്കുന്നതാണത്. ഭഗവാൻ ജഗത്തിന്റെ അധിപതി ചക്രവർത്തി ബാലപരമേശ്വരി തപസ് ചെയ്ത് മൂർത്തികൾക്ക് വേണ്ടി അത് ദാനം ചെയ്തിരിക്കുകയാണ്. ആ അളവും കോലുകളല്ല നമുക്ക് തോന്നിയതുപോലെയൊന്നും സമാധി കുഴി വെട്ടാനുള്ളതൊന്നും അല്ല. അത് സമാധി, ഭൗതിക സമാധി വേറെ കണക്ക്, ഈ സമാധിയുടെ കണക്ക്. ഈ വിദ്യ കറക്റ്റ് അറിയാമെങ്കിൽ അവൻ സന്ധ്യടമായിട്ട് കുഴിയെടുക്കാം. കുഴിയെടുത്തിട്ട് അതിനകത്തിരുന്ന് തന്നെ അവൻ ധ്യാനം ചെയ്യണം. അതാണ് അളവ്. അതിനകത്താണ് അവന്റെ ശരീരം പോലെ ഒരു ചെയ്തിട്ട് ആ ഗോപുരമെല്ലാം ചെയ്ത് അവന്റെ സമാധി ആകുന്നതിന് വരെ അവന്റെ സമാധി വിദ്യ ചെയ്യുന്നത് ആ സമാധിക്കുഴിയിലായിരിക്കണം. ആ സമാധിക്കുഴിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുമെങ്കിൽ ആ ദേശത്തേക്കും ആ സ്ഥലത്തേക്കും ആ പരിസരത്തേക്കും ഈ കാറ്റ് വീശിക്കൊണ്ട് തന്നെ ഇരിക്കും. അവൻ ചെയ്ത സാധകത്തിന്റെ ഫലം ലോകമെങ്ങും കാലചക്രം കറങ്ങുന്നത് പോലെ ഈ കാറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ചില ദിവ്യ സമാധികളിൽ പോകുമ്പോൾ ചില പവർഫുൾ വരുന്നത്. ആ സാധകത്തിന്റെ ഇതാണ്. ഇതുകൂടി നമ്മൾ എടുത്തു പറയുന്നു.
അപ്പം നമുക്കിനി വന്ന് ലയിച്ചു, ആദിയിൽ ലയിച്ചു, എല്ലാം പറഞ്ഞു അതിനെ രണ്ടാമത്. മൂന്നാമത്തെ സമാധിയിൽ ഒന്നാമത്തെ സമാധിയും രണ്ടാമത്തെ സമാധിയിലും നമ്മൾ ആഹാരക്രമീകരണങ്ങൾ കൂടിയൊക്കെ പറയാനുണ്ട്. അത് 2 തട്ടും കൂടി മുകളിൽ കയറ്റി പറയാം. അവിടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് അത് വിശദീകരിക്കാം. സ്വാമിജി, നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കുറച്ച് കഠിനമുള്ളത് തന്നെയാണ്. സമാധിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലാക്കി വരാനും പാട് തന്നെയാണ്. ഇത് സാധന ചെയ്തു വരുന്നവർക്ക് എളുപ്പമാണ്, അവർക്ക് കുറച്ചും കൂടി കയറുന്നുണ്ട്. അപ്പം അങ്ങ് സാധാരണ പറഞ്ഞല്ലോ 8 തരം സമാധി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 തരം സമാധിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു, അതിൽ സാധക വശങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി മൂന്നാമത്തെ സമാധിയുടെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ലക്ഷണം, ഇതെല്ലാം ഒന്ന് പറയാം. മൂന്നാമത്തെ സമാധിയെക്കുറിച്ച് പറയണമെങ്കിൽ ഈ 2 സമാധിയിൽ കൂടി കടന്നു പോകുന്നതാണ്. രണ്ടാമത് സാധാരണ തട്ട് നിൽക്കുന്ന ഭൗതിക രീതിയിൽ നിൽക്കുന്ന സമാധിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ സന്യാസിയാകുന്ന രീതിയിൽ മന്ത്രവും തന്ത്രവുമായിട്ട് നിൽക്കുന്ന രീതിയിൽ ജീവിക്കുന്ന രീതിയും പറഞ്ഞു. അതിൽ നിന്ന് വായുക്കളെ കടത്തിവെട്ടി വായുക്കളും അക്ഷരാഗങ്ങളെയെല്ലാം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യയെ അവിടെ ഋഷിമാർ കാണിച്ചു വച്ചു. എന്തുകൊണ്ടാണ് 8 തരം സമാധികൾ വച്ചിരിക്കാൻ കാരണം? അതിൽ പ്രധാനപ്പെട്ടത് 3 തരം. ഈ 3ഉമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യമായതുകൊണ്ടാണ് ഈ 3 സമാധികളെക്കുറിച്ച് അഗസ്തീശ്വരൻ പറഞ്ഞൊതുക്കിയത് 18 സിദ്ധരിൽ. കാരണം മനസ്സ്, ശരീരം, ദൈവം, സൃഷ്ടി, സംഹാരം, സ്ഥിതി. അതുകൊണ്ടാണ് അവിടെ 3 തരം സമാധികൾ വന്നത്. അപ്പം സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തിനെയും ഒന്നിച്ച് കയ്യിലെടുത്തുള്ള വിദ്യയാണത് ആ സമാധിക്ക് വരുന്നത്. അവിടെ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുകയും പഞ്ചഭൂതങ്ങളിലുള്ള അഭ്യാസവും ആണ് ഒരു വിഷയം. അപ്പം സൃഷ്ടി സംഹാരം സ്ഥിതിയായി നിൽക്കുന്ന ഈ ശരീരം ഡെയിലി 24 മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളെ ഒന്നാക്കുകയും ഒന്നാക്കണമെങ്കിൽ ഈ 3 ശരീരങ്ങളായി നിൽക്കുന്നതിനെ ഒന്നാക്കി വരണമെങ്കിൽ ഈ 3നെയും കൊണ്ട് അഭ്യാസം ചെയ്ത് സൃഷ്ടി സംഹാരം സ്ഥിതിയെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൗതിക ശരീരത്തിൽ ഇന്ന് 72,000 നാഡിയിലും ഓടിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നാക്കാനുള്ള ഒരു വിഷയമാണത്. നേരത്തെ പറഞ്ഞതും അതാണെങ്കിലും വ്യത്യസ്തതമുണ്ട്. അത് ഹൈ റേഞ്ചാണിത്. ഇത് ഹൈ റേഞ്ചും സിദ്ധന്മാരും 18 പേരും അഗസ്ത്യമാമുനിയും നമ്മുടെ ഗുരുനാഥൻ ചിന്നക്കണ്ഠ സ്വാമിയും ചെന്ന് കണ്ടെത്തിയ മാർഗനിർദ്ദേശമാണ് ഒരു ഭാഗം. അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കണ്ടില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂലല്ലോ. എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചില്ല എങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റൂല ആ കാര്യം. അത് പറയണമെങ്കിൽ കുറച്ച് ഉൽപ്പത്തിയെക്കുറിച്ച് ആണ് തുടങ്ങാൻ. നേരത്തെ ഉൽപ്പത്തിയെക്കുറിച്ച് ഉത്തുപോരം പറഞ്ഞു. നേരത്തെ 2 അഭിമുഖം ഞാനിവിടെ നടത്തിയതിൽ കുറേ ശരീരങ്ങൾ എടുത്തിട്ടത് കൊണ്ടാണ് ശരീരത്തിലേക്ക് കടന്നു കയറാതെ സമാധി എന്ന വിഷയത്തിൽ. മൂന്നാമത്തെ സമാധി എന്ന് പറഞ്ഞാൽ ഈ 2 സമാധിയും കടത്തിവെട്ടിയുള്ള വിദ്യയാണ്. രണ്ടാമത്തെ സമാധി നേരത്തെ പറഞ്ഞതിലുള്ളതിൽ സിദ്ധികൾ കാണിക്കാം. അതിൽ സിദ്ധികളുണ്ട്, അഷ്ടസിദ്ധി ഞാൻ സൂചിപ്പിച്ചു വച്ചു. അത് സാധകം ചെയ്യേണ്ട ജോലിയാണ്. അത് സാധകം ചെയ്ത് തീർത്ത് അവൻ എത്ര ഹൈ റേഞ്ച് വിദ്യ ചെയ്തോ ആ വിദ്യയ്ക്ക് അനുസരിച്ചേ അവൻ്റെ സിദ്ധാടും. അതാണ് ഇവിടെ യോഗികളെല്ലാം പരമയോഗികളായിട്ടിരുന്ന് ഓരോ സിദ്ധികൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ പൂർണ്ണം തന്നെ. പക്ഷേ അവരൊക്കെ എവിടെ അവസാനിച്ചു എന്ന് തീരുമാനിക്കേണ്ടത് യഥാർത്ഥ ഗുരുവും ദൈവവും. ആരാണ് സമാധി? അവ 2ആണ്. എന്താണ് സമാധി പീഠം? 2. മൂന്നാമത്തെ സമാധി എന്ന് പറഞ്ഞത് എല്ലാം നാമാണ്. ശരീരം അഴിയാമലിരിപ്പതേ സമാധി. ഈ ശരീരം അഴിയാതെ ഇരുത്തി സൂര്യനുള്ള കാലം ശരീരത്തിനെ വച്ച് ശരീരം കൂടുവിട്ട് കൂടു പാഞ്ഞു പോകുന്ന രീതിയിലുള്ള സമാധി. ശരീരത്തിൻ്റെ 72,000 നാഡീഞരമ്പുകളെയും സകലതിനെയും തുറന്നു പോകുന്ന അഭ്യാസം. തുറന്നു പോകുന്നത് രാമാഞ്ഞ് സൂര്യനുള്ള കാലം സൂര്യൻ വസിക്കും. ചന്ദ്രൻ ഇരുന്ന പീഠങ്ങളിലെല്ലാം സൂര്യൻ കയറി ജീവിക്കും ശരീരത്തിൽ. അതിൻ്റെ അഭ്യാസവും വേറെയാണ്. അതിന് ഒരു ശ്ലോകം പറഞ്ഞു തുടങ്ങാം.
പയ്യൂരിലെ ഇരുന്ന് ഞാൻ പാഴൂരിലെ പിറന്നേൻ, മെയ്യൂരിൽ പോവതർക്കു ഞാൻ വേദാന്ത വീടറിഞ്ഞേൻ. പയ്യൂരും മെയ്യൂരും ഒന്നാനാൾ ഞാൻ നിന്നോട് ഒത്തിരുന്നു വാഴ്ന്നേനെയും കണ്ണമ്മ. ആരാണ് ഈ കണ്ണമ്മ? പയ്യൂരെന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ശുദ്ധന്മാർ പറഞ്ഞിരിക്കുന്നത്? പയ്യൂരെന്ന് പറഞ്ഞാൽ ശിരസ്സാകുന്നതിൻ്റെ ശിരസ്, ശുക്ലപ്പൈ. അച്ഛനും അമ്മയ്ക്കും മോഹം ഉണ്ടാകുമ്പോൾ ആ പയ്യൂര് തുറന്നാണ് നമ്മൾ വന്നത്. കണ്ട എന്ത് പച്ച മലയാളത്തിൽ പറഞ്ഞു. പയ്യൂരിലെ ഇരുന്ന് ഞാൻ പാഴൂര് ഇകലോകത്ത് വന്നു. നേരത്തെ ഒന്നാമത്തെ സമാധിയിൽ ഇകലോകത്ത് വന്ന് പിറന്നു. കണ്ട ഇകലോകത്ത് വന്നു. പയ്യൂരിലെ ഇരുന്ന് അച്ഛൻ്റെ അമ്മയുടെ മോഹം കൊണ്ട് അവിടെ ഞാൻ പയ്യൂരിരുന്ന ഇന്ദ്രിയത്തിനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടത്തിവിട്ടു. കണ്ട പയ്യൂരിലെ ഇരുന്ന് ഞാൻ പാഴൂരിലെ വന്നു. പാഴൂരെന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊരു ചെയ്താലും അവസാനം പാഴായി പോകുന്നു. ആർക്ക് കൊടുത്താലും തികയില്ല, മക്കൾക്ക് കൊടുത്താലും തികയില്ല, അച്ഛന് കൊടുത്താലും തികയില്ല, അമ്മയ്ക്ക് കൊടുത്താലും തികയില്ല. അവസാനം കുറ്റമല്ലാതെ സുഖം കിട്ടിയില്ല. ഇതൊരു സിദ്ധന് പറ്റിയ അനുഭവമാണ് ഈ ശ്ലോകം. അഴുകണ്ണി സിദ്ധരാണ് പറഞ്ഞിരിക്കുന്നത്. അഴുകി ഭാര്യ മക്കളോട് ഇരുന്ന് 3 സമാധികളുടെ അവസ്ഥയും അദ്ദേഹം പറഞ്ഞ് കരഞ്ഞിരിക്കും. എന്നും ഭാര്യയെ മക്കൾക്കും കൊടുത്തില്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്ക 3 പേരും കാൽ വീഴേണ്ടി വന്നു. കണ്ട ഞാൻ പയ്യൂരിലെ ഇരുന്ന് പാഴൂരിൽ പിറന്നു. അപ്പോൾ അവിടെ നിന്ന് അതിനെ എടുത്തു മാറ്റിയപ്പോൾ പാഴൂരിൽ പറഞ്ഞു മക്കളെല്ലാം ജനിപ്പിച്ചു, ഉണ്ടാക്കിയപ്പോൾ കുറ്റവും കുറഞ്ഞു. അതാണ് അഴുകണ്ണി. കരഞ്ഞ് അഴുകുക, കരയുക. ശരീരം ദുഃഖം കൊണ്ട് കരഞ്ഞിരിക്കുന്നു, ദുഃഖം കൊണ്ട് കുമ്പിച്ചിരിക്കുന്നതാണ് ഈ ശരീരം. കരഞ്ഞ് തീർക്കാനുള്ളതാണ്. രോഗങ്ങളും കൊണ്ടും അച്ഛനും അമ്മയിൽ കിട്ടിയ രോഗങ്ങൾ കൊണ്ടും വെളിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിച്ചതും ആഹാരത്തിൽ കിട്ടിയതും ഭക്ഷണത്തിൽ കൂടി കിട്ടിയതും പ്രപഞ്ചത്തിൽ കിട്ടിയതും റോട്ടിൽ ചെന്ന് കിടന്ന് കിട്ടിയതും അണുക്കളിൽ കൂടി കിട്ടിയതും എല്ലാം കൊണ്ട് ഈ പാഴൂരിനകത്തെ പിറന്ന് അതുകൊണ്ടാണ് നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകുന്നത്. പാഴൂരിലെ പിറന്ന് പയ്യൂരിൽ നിന്ന് പാഴൂർ, അപ്പോൾ 2 ശരീരമായി. കണ്ട പയ്യൂരിൽ നിന്ന് പാഴൂരിലെ പിറന്ന് സ്ഥൂല ശരീരത്തിൽ പിറന്ന അമ്മയുടെ പയ്യൂര് ശിവലോകത്തു നിന്ന് പരലോകത്തേക്ക് വന്ന്. കണ്ട അടുത്ത് മെയ്യൂരിൽ പോവതർക്ക് ഞാൻ വേദാന്ത വീട്. ഇനി മെയ്യൂര് ഈ വേദാന്ത വീട് മനസ്സിലാക്കി തരണം ഗുരു. എവിടെ നിന്നാണോ വന്നിരിക്കുന്നു തിരിച്ചവിടെ റിട്ടേൺ സറണ്ടറായുള്ള അഭ്യാസം. അതാണ് ബ്രഹ്മരന്ധ്രം തുറന്ന് പരലോക പ്രവേശനം ചെയ്യുവൻ. അവൻ യോഗം ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്ത് അവൻ ഈ വായുവിനെ കടത്തി നവദോരങ്ങളും പൂട്ടി അവൻ വേറൊരു അഭ്യാസത്തിലേക്ക് കടന്ന് പയ്യൂരിലേക്ക് പോകും. അപ്പോൾ പയ്യൂരിലേക്ക് പോകുമെങ്കിൽ ആ അഭ്യാസം ചെയ്യുമ്പോൾ ശരീരം അമിതമായ തീയിൽ കളിക്കും. തീ കൊണ്ട് കളിക്കുമ്പോൾ എന്തു ചെയ്യും? ശരീരം ക്ഷീണിക്കും. ശരീരം ഉരുകാതെ ഉരുകുമപ്പ ഉൻ ദേഹം. ശരീരം ഉരുകി ഈ സ്ഥൂല ശരീരത്തിലിരുന്ന മാംസപേശികളെല്ലാം അഗ്നി കൊണ്ട് യോഗം ചെയ്ത് അഗ്നിക്ക് ദഹിപ്പിച്ച് അഗ്നിക്ക് വേവിച്ച് വെണ്ണീറാക്കണം. വെണ്ണീറാക്കി വേഗാതെ വെന്ത് തനിയൊളി കാണണം. അകത്തിരുന്ന ബ്രഹ്മജ്യോതിയെ കണ്ട് വേഗാതെ വെന്ത് തനിയൊളി കണ്ട് അവിടെ ലയനം പ്രാപിച്ച്, പറഞ്ഞു തീർന്നില്ല, അങ്ങോട്ട് വരുന്നുണ്ട്. ലയനം പ്രാപിച്ച് മരണത്തെ ജയിച്ച് ചിരഞ്ജീവി പദമലങ്കരിച്ച് അവിടെ ചെന്ന് യുഗങ്ങളോളം ശരീരം അഴിയാമലിരിപ്പതേ സമാധി. അപ്പം ഒരു കാലത്ത് ഈ ശരീരം അഴിയില്ല. ബ്രഹ്മതന്ത്രം തുറന്നാൽ ഒരുത്തന് ശരീരം അഴിയില്ല എന്നാണ് ആ കണക്ക് അവർ വച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ആരിൽ ഇത് വന്നു ചേർന്നിട്ടില്ല. പയ്യൂരിലിരുന്ന് പാഴൂരിൽ പിറന്ന് അടുത്ത് മെയ്യൂരിൽ പോവതർക്ക് വേദാന്ത വീട് മാത്രം അറിഞ്ഞാൽ പോരാ. ആ വേദാന്ത വീട് തുറന്നു കയറാൻ അഭ്യാസവും വേണം. അത് ഗുരുക്കന്മാരോട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊള്ളുക. അത് തുര്യാതീതമായുള്ള ജോലികളാണ്. ആ ജോലി അത് തുര്യാതീതത്തിനകത്തുള്ള ജോലികളാണ്. ഞാൻ പയ്യൂരിലെ ഇരുന്ന് പാഴൂരിലെ പിറന്ന് മെയ്യൂരിൽ പോവതർക്ക് വേദാന്ത വീടറിഞ്ഞേൻ. വേദാന്ത വീടാണത്. ആ വേദാന്താണ്. അവിടെ 1008 കാലുള്ള ഒരു ക്ഷേത്രം ഇതിനകത്ത് പണിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിന് പണി പൂർത്തിയാക്കണം. ഈ ലോകത്ത് പണിഞ്ഞിട്ട് ഏത് പൈസ ഉണ്ടെങ്കിൽ ഏത് കെട്ടിടവും പണിയാം. പണിഞ്ഞിട്ടും പണി തീരാത്ത വീടാണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്ന വീട് ശരീരമാണ്. പണിഞ്ഞിട്ടും മരുന്ന് കൊണ്ടും കൽപ്പങ്ങൾ കൊണ്ടും കൽപ്പദേഹങ്ങൾ കൊണ്ടും നിങ്ങൾ തിന്ന ആഹാരങ്ങൾ കൊണ്ടും പണിഞ്ഞിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു ശരീരമാണ് പണിഞ്ഞാലും പണിഞ്ഞു തീരാത്ത വീട്. പണി തീരാത്ത വീടായതുകൊണ്ടാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്.
ഈ വീട് പൂർത്തിയാക്കാനാണ്, കുറ തീർക്കാനാണ് യോഗങ്ങൾ വരുന്നത്. അവിടെയാണ് സാധകങ്ങൾ വരുന്നത്. അവിടെയാണ് ദൈവവും നമ്മൾ സമമായി വന്നു കഴിഞ്ഞാൽ, സമമായി ഒന്നായാൽ ഞാൻ തന്നെ നീ. അവിടെയാണ് ഞാൻ എന്ന വസ്തുവിൻ്റെ ഉൾപ്പൊരുൾ വരുന്നത്. അവിടെയാണ് ഞാൻ തന്നെ നീയാകുന്നത്. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് ഞാനും നീയുമെന്ന്, ഞാൻ തന്നെ നീയെന്ന്. അത് പറയാം, ആർക്കും പറയാം. എല്ലാവരും പറയും ചുമ്മാ ചെന്നിരിക്കുന്നു. ചുമ്മാ ഇരിക്കണമെങ്കിൽ പരവെളി കഴിഞ്ഞങ്ങ് പരവും താണ്ടി പരവെളി കഴിഞ്ഞ് ചുമ്മാ ഇരിക്കണമെങ്കിൽ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. അവിടെ പയ്യൂരിൽ നിന്ന് വന്നു, പാഴൂരാകുന്ന സ്ഥൂല ശരീരം മായാ ശരീരത്തിൽ പിറന്നു, അമ്മയുടെ മായാ ശരീരത്തിൽ പറഞ്ഞു. അമ്മയുടെ കുടിച്ച പാലിനെ തിരിച്ച് ആ പാലിനെ മാറ്റിപ്പറന്ന ഈ ശരീരം മാറ്റിപ്പിറപ്പതൊക്കെ മരുന്നിരിക്കണ്. അവിടെ മാറ്റിപ്പിറക്കണം. മാറ്റിപ്പിറന്ന് മൂന്നാമത്തെ റേഞ്ചിൽ കയറുന്നു. ഈ 2 സമാധികളെയും മാറ്റി മൂന്നാമത്തെ തുര്യാതീതം കടന്ന് അവിടെ ചെന്ന് അതിനെ 9 വാസലുകളും നമ്മൾ ജയിച്ചു. 9 നവഗ്രഹ കോട്ടകളെല്ലാം താണ്ടി പഞ്ചമേടുകളെല്ലാം കഴിഞ്ഞ് പഞ്ചാസ്ത്ര ബാണം കൊണ്ട് അടിച്ച് രാത്രിയും പകലും പഞ്ചാസ്ത്ര ബാണം കൊടുത്ത് പഞ്ചശുദ്ധി അവിടെ നടത്തി. ശരീരം അസ്ത്രങ്ങളും വായുക്കളെയാണ് അസ്ത്രങ്ങളായിട്ട് അർജുനൻ്റെ കൂടി പറയുന്നത്. ഇതെടുത്ത് നീ ഉപയോഗിച്ചതെന്ന് പറയണം. നിനക്ക് മാത്രമാണ് അർജുനൻ പറയുന്നത് കേട്ടില്ലേ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ്റെ കൂടി. അത് എന്താണ് ഏതാണെന്ന് ആർക്കൊരു പിടിയില്ല. അവിടെ പഞ്ചശുദ്ധി വരുത്തണം. ശരീരത്തിൽ പഞ്ചശുദ്ധി വരുത്തണമെങ്കിൽ ഈ ശരീരത്തിൽ ആദ്യത്തെ 1ാമത്തെ സമാധി ചെയ്യുന്നവനും ശരീരശുദ്ധി ആവശ്യമാണ്. 2ാമത്തെ ശരീരം ചെയ്യുന്നവൻ മത്സ്യമാംസാദികൾ ഇത് അശേഷം പാടില്ല. ഈ വിദ്യയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം. 1ാമത്തെ സമാധി പൂർത്തിയാക്കുന്നവന് പിന്നെ സമാധികൾ 1ാമത്തെ സമാധികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഹങ്ങൾ ആഹാരത്തിന് ഭക്ഷണം കൊണ്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. 2ാമത്തെ സമാധിക്ക് അക്ഷേഷം മത്സ്യമാംസാദികൾ മാറ്റണം. ഋഷിമാർ മാറ്റാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പച്ചയ്ക്ക് പൊളിച്ച് പറയാം. നമ്മൾ കഴിക്കുന്ന മത്സ്യമാംസാദികളിൽ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. ഒരു ചത്ത മൃഗത്തിനെയോ ജീവികളെ എവിടെ കൊണ്ട് മണ്ണിലല്ലേ കുഴിച്ചിടൂ. ചത്തു കഴിഞ്ഞാൽ അത് പ്രേതത്തിന് തുല്യമാണ്. ചത്തു കഴിഞ്ഞ ഈ ശരീരത്തിനെ നമ്മൾ എവിടെ കൊണ്ട് മണ്ണിലല്ലേ ഇടൂ. അതുപോലെ ചത്തു കഴിഞ്ഞ ഈ മത്സ്യമാംസാദികളെയെല്ലാം നമ്മളെ വയറ്റിനകത്ത് കൊടുക്കാൻ ഇത് ചവപ്പറമ്പാണോ എന്ന് ഋഷിമാർ ചോദിച്ചിരിക്കുന്നു. വള്ളലാർ തിരുവടികൾ ചോദിച്ചിരിക്കുന്നു. മഹർഷീശ്വരന്മാർ അനുഭവിച്ചു വന്നപ്പോൾ ഇത് ചവപ്പറമ്പാക്കി മാറ്റിത്തരുതെന്ന്. വയറിനെയും കുടലിനെയും വൻകുടലും ചെറുകുടലും ഒക്കെ ഉദരക്രിയ ആമാശയം ഒക്കെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് നടത്തുന്നുവെങ്കിൽ അതിന് നടത്തേണ്ട രീതിക്ക് നമ്മൾ നടത്തിയെടുക്കുകയാണ്. ഇത് ശവപ്പറമ്പാക്കി മാറ്റരുത് ഒരു യോഗി. അതുകൊണ്ടാണ് ഈ ശവപ്പറമ്പല്ല ഇതിനെ മാറ്റി പരിശുദ്ധമായ ശരീരമാക്കി എടുക്കാനാണ് ശുദ്ധ കർമ്മങ്ങൾ. ശരീരശുദ്ധി, പഞ്ചശുദ്ധി പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ 5 ശുദ്ധിയും നമ്മൾ ചെയ്തിരിക്കണം. 5 ശുദ്ധിയും ചെയ്തിരിക്കണം. പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള അഭ്യാസവും കറക്റ്റ് ചെയ്ത് ഗുരുവിൽ നിന്ന് അറിയണം. എങ്കിലേ ബ്രഹ്മരന്ധ്രം തുറന്നവൻ 7 മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃദയം, വിശുദ്ധി, ആജ്ഞയെല്ലാം കടന്ന് എവിടെ നിന്ന് വന്നു ആദിയിൽ ചെന്ന് സമുദ്ധമായിലേക്കും ജയിക്കണമെങ്കിൽ ഉരുത്തരുത്ത നാഡിയിൽ അടുത്ത് പയ്യൂരിൽ നിന്ന് വന്നെങ്കിൽ ഉരുത്തരുത്ത നാഡിയിലെ ഓടുകിൻ്റെ വായുവേ നീ കരുത്തിനാൽ ഇരുത്തി കപാലമേറ്റ വല്ലരെ വൃത്തരും ബാലരാകും. ആ അഭ്യാസം ചെയ്തെങ്കിൽ വൃത്തരും ബാലരാകണമെങ്കിൽ ബാലനായാൽ, വൃത്തന്മാർ പോലും ആ അഭ്യാസം ചെയ്താൽ ബാലരായാൽ മരണമില്ല എന്നാണ്. മരണത്തെ ജയിച്ചു പോകുന്ന ചിരഞ്ജീവി പദം നമ്മൾ വേദങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ. ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു വസ്തുത ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് എന്തോ സത്യങ്ങൾ അതിനകത്ത് അവർ കണ്ടെത്തിയത് കൊണ്ടാണ് ഉടലഴിയാമൽ ഇരിപ്പതേ സമാധി. ആ സമാധി ഉടലഴിയില്ല. അവർ പരലോകത്ത് ഇവിടെ ഇരിക്കുമ്പോൾ പരലോകത്തും ഇരിക്കും ഇഹലോകത്തും ഇരുന്നിട്ട് പോയവരാണ് ഒരുമിച്ച് കണ്ട് കാഴ്ചയെല്ലാം കണ്ട് ഇഹലോകത്ത്. അപ്പം പയ്യൂരിലെ ഇരുന്ന് പാഴൂരിൽ പിറന്ന് മെയ്യൂരിൽ പോകുന്നവർക്ക് വേദാന്ത വീടാണ്. മെയ്യൂരാണ് പരലോകം. ആ പരലോകത്ത് പോകാൻ വേദാന്ത വീട് അറിഞ്ഞു. വേദാന്ത വീട് കാണിച്ചു തരേണ്ടത് ഗുരുവാണ്. ആ വേദാന്ത വീട് പോകണമെങ്കിൽ ഉരുത്തരുത്ത നോടിയിൽ ഓടുകിൻ്റെ വായുവേ കരുത്തിനാൽ ഇരുത്തിയ കപാലമേറ്റ വല്ലരെ വൃത്തരും ബാലരാകും മേനിയും ചുവന്നിടും. മേനിയും ചുവന്നിടുമെങ്കിൽ മേനിയും ചുവന്നിടും. വൃത്തരും ബാലരാകുമെങ്കിൽ വൃത്തൻ ബാലനായാൽ അവൻ ചിരഞ്ജീവി പദമലകരിക്കണമെന്ന്. എന്തുകൊണ്ടാണ് വൃത്തരും ബാലരാകുമെന്ന് ആ അഭ്യാസം വരണമെങ്കിൽ പഞ്ചശുദ്ധി നടത്തണം, ശരീരശുദ്ധി കറക്റ്റ് ചെയ്യണം, മത്സ്യമാംസാദികൾ മാറ്റണം. ഇഹലോകത്തുനിന്ന് പൂർണ്ണമായിട്ട് അവൻ ജയിച്ച് ഇഹലോകത്തു നിന്ന് സകല വിദ്യയും അവൻ അഭ്യസിച്ച്
ശരീരത്തിനകത്ത് ജയിച്ച് അവനാണ് അവതാര പുരുഷന്മാർ. മൂന്നാമത്തെ റേഞ്ചിൽ അതാണ് വൈകുണ്ഠസ്വാമി. കടലിലിറങ്ങിയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നിട്ട് തെളിവുണ്ട്. വള്ളലാർ തിടികൾ, ഋഷീശ്വരന്മാർ, ഇവരെല്ലാം. മറ്റേ മേജിക്കും ജാലും ആർക്കും കാണിക്കാം, ആർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഏത് വിദ്യയും പ്രാക്ടീസ് ചെയ്താൽ എന്തും കാണിക്കാം. ഇത് കാണിക്കണമെങ്കിൽ അവിടെ കൂടി വിചാരിക്കണം. ഏത് വിദ്യ ആർക്കും പ്രാക്ടീസിൽ കാണിക്കാം, എനിക്കും കാണിക്കാം. ഞാൻ എന്നെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന മോക്ഷമാണ്. ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈകത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിൽ കിട്ടുന്ന മോചനത്തിൽ ഒരുപാട് തട്ടുകളും ഒരുപാട് സമാധിയും ഒരുപാട് വിഷയങ്ങളുമുണ്ട്. കോടാനകോടി മന്ത്രങ്ങളും ദീക്ഷകളും ഉണ്ട്. ഇഷ്ടംപോലെ ദീക്ഷകളും പറയുന്നുണ്ട്. ബ്രഹ്മദീക്ഷ എടുത്തു പറയുന്നുണ്ട്. ബ്രഹ്മദീക്ഷ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും മോക്ഷത്തിനുള്ള വഴികൾ തേടണം, മോക്ഷത്തിനുള്ള അഭ്യാസങ്ങൾ തേടണം. 2 വിദ്യയും കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞ 2 സമാധിയും കഴിഞ്ഞാണ് ഹൈ റേഞ്ച് സമാധി. അവിടെ ആ സമാധിയിൽ സൃഷ്ടി സംഹാരം സ്ഥിതിയെ ഒന്നാക്കി സൃഷ്ടി സംഹാരം സ്ഥിതിയോട് ലയിച്ചിരുന്ന് അടുത്ത് സൃഷ്ടി സംഹാരം ചെയ്യാൻ തയ്യാറെടുപ്പ് ചെയ്യുന്ന. നേരത്തെയുള്ള സമാധിയുടെ വ്യത്യാസം, തയ്യാറെടുപ്പ് നടത്തിയവരാണ് സിദ്ധന്മാർ. അവരാണ് വേദങ്ങൾ എഴുതിയത്. സൃഷ്ടി സംഹാരം ഒന്നാക്കി ഞാൻ തന്നെ നീയായി, എല്ലാം ബ്രഹ്മമായിരുന്നു കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ബ്രഹ്മമാകണമെങ്കിൽ ബാല ജനിക്കണം. ആ 2 സമാധിയിലും ബാല ജനിക്കില്ല. ബാലയുടെ അനുഗ്രഹത്തോടു കൂടി ആ വിദ്യയുടെ പവർ വരും. ചിലപ്പോൾ നല്ലൊരു ലയനം കിട്ടി സമാധിയിലേക്ക് ലയിക്കാം. ഇതല്ല കറക്റ്റ് പോയിന്റുകൾ അറിഞ്ഞ് പോകുന്നത്. ഇവിടെ ഭൗതികത്തിയിരുന്നതിന് 2 സമാധിക്കപ്പുറത്ത് വരുന്നതിൻ്റെ തുര്യാതീതത്തിനകത്ത് ഭൗതികമാകുന്ന അഷ്ടരാഗങ്ങളിനകത്തും കാമക്രോധങ്ങളകത്ത് ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളിനെയും കുണ്ടലിനെ, ഇതെല്ലാം കുണ്ടലിനെ താട്ടിക്കൊണ്ടിരുന്ന കുണ്ടലിനെ ജയിച്ച് വീട് കണ്ട്, പയ്യൂർ വീട് കണ്ട് അവിടെ ഒരു വീടുണ്ടാക്കി ആ വീട്ടിനകത്ത് ആരെ താമസമാക്കി വീടുണ്ടാക്കി ആ ശുദ്ധൻ ഈ ശരീരത്തിനകത്ത് ഒരു പെട്ടി തുറന്നു. ആ പെട്ടിക്കകത്ത് ബാലയെ അടച്ച് ബാല എന്ന കുണ്ടലിനിയാകുന്ന ബാലയ്ക്ക് ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്ത്. കണ്ട, മറ്റെല്ലാം ലയനങ്ങളാണ്. ബാല സ്ഥിരം ഇരുന്ന് വാഴാൻ, അവൻ്റെ ശരീരത്തിനകത്ത് ബാലയ്ക്ക് ജീവിക്കാൻ ബാലയ്ക്കിടമില്ല. ഇവിടെ ദൈവങ്ങൾക്ക് ഒരുപാട് ഉപദൈവങ്ങൾക്ക് ഇരിക്കാൻ കോവിലുണ്ട്, പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, പ്രാർത്ഥനാലയങ്ങളുണ്ട്. പക്ഷേ കുണ്ടലിനിയാകുന്ന ബാല അവരവരിലിരുന്ന് പല പ്രാർത്ഥന ആരാധനകളും നടത്തി ലയിച്ചു പോകുന്നു, മരണം സംഭവിക്കുന്നു. മൂന്നാമത്തത് മരണത്തെ ജയിച്ചു പോകുന്ന വിദ്യ, അന്തരംഗമില്ലാത്ത വിദ്യ. ആ വിദ്യയിൽ ലയിക്കണമെങ്കിൽ കുണ്ടലിനിക്ക് ഇരിക്കാൻ ഇവിടെ ഇടമുണ്ടാക്കണം. ആ ഇടമാണ് കുണ്ടലിനിക്കകത്ത് ഇരിക്കാൻ ഇടമുണ്ടാക്കിയതാണ് സിദ്ധന്മാർ. ആ വിദ്യയെ കണ്ടെടുത്ത് കുണ്ടലിനിക്കകത്തിരിക്കാൻ ഇടമുണ്ടാക്കി ഈ കുണ്ടലിനെ മാറ്റിപ്പിറപ്പതുക്ക് മരുന്നിരിപ്പ് കണ്ടമ്മ. അതുകൊണ്ട് മാറ്റിപ്പിറക്കണമെങ്കിൽ ശരീരശുദ്ധി ചെയ്ത് ശരീരശുദ്ധിയും കൂടി ഇരിക്കുമ്പോൾ അമ്മ അവിടെ ഇരിക്കും, ദൈവത്തിൻ്റെ പുത്രനായി വരും. അതാണ് ദൈവപുത്രന്മാരാണ് ഋഷിമാരെല്ലാം. ദൈവത്തിൻ്റെ ആജ്ഞാപ്രകാരം നടന്നവർ. ഇവിടെ ഒരു ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആരും നടക്കണില്ല കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ആ സമാധി ഏത് ലെവലിലാണ്? അവൻ അവിടെ ബാലയെ ജനിപ്പിക്കുന്നതാണ്. കുണ്ടലിനി ശക്തിയായ ബാല കാമക്രോധങ്ങളിൽ ആവപ്പെട്ടു പോയി അഷ്ടരാഗത്തിൽ നിന്ന് ബാലയ്ക്ക് മോചനം കൊടുക്കുകയാണ് തപസ്, യഥാർത്ഥ തപസ്. ആ ബാലയ്ക്കൊരു മോചനം കൊടുക്കുമ്പോൾ ബാല മരണം സംഭവിക്കുന്നില്ല. ബാല ജനിച്ചു, അവനിൽ വേറൊരു ഉദയം കൊള്ളുന്നു, അവൻ ദേവനായി മാറുന്നു. സ്ത്രീയാണെങ്കിൽ അവൻ ദേവിയായി മാറുന്നു. അതാണ് അപ്പുറത്തെ തട്ടിൽ കൊണ്ട് നാര വച്ചു, സീതയും വച്ചു, ഇപ്പുറത്ത് ബ്രഹ്മം നിന്നു. ഇതാണ് രാമായണ കഥ. അപ്പുറത്ത് എന്നിട്ട് സീതയെ കാണാൻ വേണ്ടി രാവില്ല പകലില്ലാതെ യുദ്ധം നടത്തി രാമൻ. അപ്പോൾ രാമാഞ്ഞപ്പോൾ സീത ഒന്നാകേണ്ടി വന്നു. അതൊക്കെ വേറെ കഥയാണ്, ശരീരകഥയെ പിരിച്ചെഴുതിയിരിക്കുന്നതാണ്, അങ്ങോട്ട് നമുക്ക് കിടക്കണ്ട. അപ്പോൾ അവിടെ സീതയെ കണ്ടുമുട്ടി. അപ്പം ഭൗതിക ശരീരം, രാമൻ്റെ ഭൗതിക ശരീരത്തിലിരുന്ന സീത കുണ്ടലിനെ മാറ്റി സീതയെ രാവണൻ്റെ കോട്ടയിൽ വെച്ചു. നവഗ്രഹങ്ങളാകുന്ന 9 കോട്ടയും താണ്ടി വേറൊരു കോട്ടയെ കൊണ്ടുവന്ന് കുണ്ടലിനിക്ക് താമസിക്കാൻ ഇടം കൊടുത്ത് സീത അവിടെ കുമ്പിട്ടിരുന്ന് ഇവിടുന്ന് വായുവാകുന്ന ഹനുമാനെ കൊണ്ടുവന്ന് അഭ്യാസം ചെയ്ത് ദൂതനെ അയച്ചു കൊടുത്ത് രാമൻ. ഇങ്ങനെ ഇതിനകത്തുള്ള കഥകളാണിതെല്ലാം വിവരിച്ചു പറഞ്ഞാൽ. അപ്പം കുണ്ടലിനിയാകുന്ന അമ്മയുടെ അടുത്ത് പോയി ഹനുമാൻ
അനുദിനം പ്രാണാഭ്യാസം ചെയ്ത് ഹനുമാന് മാത്രമേ അവിടെ ആ കോട്ട കടക്കാൻ പറ്റൂ. ശരീരത്തിനകത്ത് കുണ്ടലിനി ശക്തി കോട്ട കടന്ന് അവിടെ ഒരുപാട് കോട്ടകളുണ്ട്. അതായത് രാക്ഷസ രാവണൻ ശരീരത്തിൽ കാമക്രോധം കൊണ്ട് എല്ലാ സീതയും മോഹിക്കണമെന്നും ഇരിക്കുന്ന അംഗഭംഗങ്ങളില്ലാതെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ മനസ്സും ശരീരത്തിനെയും തിരിച്ചറിയാൻ വേണ്ടി അറിയാതെ ഇരിക്കുന്ന കാമക്രോധം കൊണ്ട് ശരീരത്തിന് തിരിച്ചറിവിന് വേണ്ടി തന്നറിവിലേക്ക് വന്ന ഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് വാൽമീകിക്കുണ്ടായ കഥയാണ് ഒന്ന് രാമായണം. അത് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നല്ല, അതെല്ലാം വായിച്ചു എൻ്റെ ഗുരുനാഥൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഋഷിമാർ വന്ന കഥയിലേക്ക് പോവാം. അപ്പോൾ അതുകൂടി ഞാൻ സൂചിപ്പിച്ചു എന്ന് വേണ്ട. അവിടെ സീതയൊക്കെ അവരിൽ ഇരുന്ന സീതയാണ്. അതിവിടെ രാമായണ കഥയൊക്കെ എടുക്കുന്നവരെടുത്തോളൂ, അത് വേറെ. നമുക്ക് നമ്മുടെ തപസ്മാർഗത്തിൽ ഇപ്പോൾ അങ്ങനെ കുണ്ടലിനിയാകുന്ന സീതയെ നമുക്ക് ഇവിടെ ഡെയിലി എല്ലാവരിലും ഇരുന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിനൊരു പുനർജന്മം കൊടുക്കുകയാണ് ഒരു സാധകൻ്റെ ജോലി. അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരുന്നില്ലെങ്കിൽ കുണ്ടലിനി ചാടിക്കളയും. പല പരീക്ഷണങ്ങളുണ്ട് അവിടെ പരീക്ഷണങ്ങൾ വന്ന് ഓരോ തട്ടുകൾ ഓരോ വിദ്യയും മാറി വരുമ്പോൾ അവിടുത്തെ സമാധിയിലേക്ക് ആ സമമാകുന്ന ദൈവവും കുണ്ടലിനിയും ബാലിയും പഞ്ചഭൂതങ്ങൾ 70,000 നാഡീഞരമ്പ് ഒന്നായി അവസാനം ഞാനായി മാറുന്നു. ആര് മാറുന്നു? കുണ്ടലിനി മാറുന്നു. അതാണ് ഞാൻ. ആ സിദ്ധൻ ഞാൻ ആയി മാറുന്നു. ആയി മാറുമ്പോൾ ബാലയുടെ നിർദ്ദേശപ്രകാരം വേദങ്ങൾ എഴുതുന്നു. അവരാണ് വേദങ്ങൾ രചിച്ചത്. അവർക്ക് ഒരു വേദം എഴുതാൻ 1 മണിക്കൂറൊന്നും വേണ്ട, അങ്ങ് എഴുതിക്കൊണ്ടേയിരിക്കും. ആ വന്ന പയ്യൂരിനെ തുറക്കണം. അതിന് ഉരുത്തരുത്ത നാടിയിലെ ഒടുകിൻ്റെ വായുവെ കരുത്തിനാൽ ഇരുത്തിയ കപാലമേറ്റ വല്ലര് വൃത്തരും ബാലരാകും മേനിയും ചോന്നിട്ട് ഇത് അമ്മയാണ് ഉമ്മയാണ് സത്യം. അണ്ടപിണ്ടം നിറഞ്ഞിരിക്കുകയാണ്. അണ്ടവും പിണ്ടവും എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും നിറഞ്ഞ് രാത്രിയും പകലുമായിട്ട് നിറഞ്ഞ അയന്മാരിയ്ക്കുകയാണ് പഞ്ചഭൂതങ്ങൾ. അണ്ടപിണ്ടം നിറഞ്ഞ അയന്മാർ പോറ്റി അഖണ്ഡ പരിപൂർണത്തിൽ അഗസ്ത്യനെ പോറ്റി എങ്ങിസയും കുണ്ടലിക്കുള്ള അമർന്ന വിനായകനെ പോറ്റി. വിനായകൻ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഒരു സംശയം തീർത്തി തരാം. അകത്തിരിക്കുന്ന 8 അങ്കുലം പ്രാണനാണ് അഷ്ടസിദ്ധ ആകുന്ന ഗണപതി. ഇതിനെയാണ് നമുക്കൊരു കഥയാക്കി ഇവിടെ അഷ്ടഗണപതിയെ തന്നിരിക്കുന്നത്. എല്ലാ ജോലിയും ഇതിനകത്ത് തന്നെ, ഇതിനകത്ത് ചെയ്യാം. വേണ്ട, എങ്ങിസയും കുണ്ടലിക്കു അമർന്ന വിനായകനെ പോറ്റി ചെന്തമിഴോതും അഗസ്ത്യനെ പോറ്റി. കുണ്ടലിക്കുള്ള അമർന്ന വിനായകനെ പോറ്റി ചെന്തമിഴോതും അഗസ്ത്യനെ പോറ്റി അഗസ്ത്യനെ പോറ്റി പോറ്റി. അപ്പം അവിടെ കുംഭകത്തിൽ അഗസ്ത്യനും ഇരിക്കുന്നു എന്നാണ്. കുംഭകത്തിൽ വരും അഗസ്ത്യനെ പോറ്റി. കുംഭമുനി കുറുമുനി പക്വമുനി നാടിമുനിയായും ഞാനിരിക്കുന്നു. ആര്? ബാലയായി. അഗസ്ത്യനായി വന്നതും ബാല. സകല ഋഷിമാരിലും ജനിച്ചപ്പോൾ എല്ലാം ബാല. ആ ബാലപരമേശ്വരിയെ കാണാൻ എല്ലാ സിദ്ധന്മാർക്കും എല്ലാവരും ജോലി ചെയ്താൽ ഈ ഏത് വിദ്യ വേണമെന്നും ഏത് സമാധി വേണമെന്നും എന്താണ് സമാധി എന്നും നമ്മൾ തരം തിരിച്ച് മനസ്സിലാക്കണം. തീരവേദങ്ങളിൽ കൂടി നമ്മൾ തീരെ മണ്ടന്മാരാകരുത് എന്ന് മനസ്സിലാക്കുക. കാരണം അവിടെയെല്ലാം നമ്മൾ അറിവ് നശിക്കുകയാണ്. ഈ അറിവിനെയെല്ലാം നശിച്ച് വേദങ്ങളെ ഇട്ട് മൂടി പോകാൻ സമയം കൊടുക്കരുത്. വരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ബീഡിക്കും കഞ്ചാവിനും അവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടൊരുക്കുന്ന ജീവാത്മാവിനെയും പരമാവധി എത്രയോ മനുഷ്യ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജീവജാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും ആ ജീവനെ പറഞ്ഞ് മനസ്സിലാക്കി ലോകത്ത് കൊണ്ടെത്തിക്കണമെങ്കിൽ കുറേ പ്രയത്നമുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും മയക്കുമരുന്നും ഈ ആഹാരങ്ങളും കൃത്രിമമായി ചെയ്യുന്ന ഈ ഇറച്ചി മീൻ മുട്ട എന്ന് പറഞ്ഞ റോഡുകളിലെല്ലാം നമ്മൾ കാത്തുകിടന്ന് അത് കിട്ടാൻ വേണ്ടി ക്യൂ കിടക്കുന്നു. ഇത് ശരീരം ചവപ്പറമ്പല്ല എന്നാണ് ഋഷീശ്വരന്മാർ. ചാവുന്ന ജീവികളെ കൊന്ന് അതിനെ ആഹാരമാക്കി ഈ വൻകുടലും ചെറുകുടലിലേക്ക് ദയിപ്പിച്ച് പോകാനുള്ള വേർതിരിച്ച് ആമാശയം നമ്മളെ ശവപ്പറമ്പല്ല ഈ ശരീരമെന്ന് മനസ്സിലാക്കണം. അതിനെ വെട്ടിമുടേണ്ട മണ്ണിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഋഷിമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 സമാധിക്ക് ഒരുങ്ങുമ്പോൾ അതിന് പഞ്ചശുദ്ധി, അതിലൊരു ശുദ്ധിയാണ് മത്സ്യമാംസാദികൾ നിർബന്ധം. അതിൽ ഒന്നാമത്തെ സമിതി ലൗകികമായിട്ട് ഗൃഹശാസ്ത്രമ ജീവിതമായിട്ട് ജീവിക്കുന്നവർക്ക് മത്സ്യമാംസാദിയൊക്കെ ഇന്ന് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കാവാം. കാരണം അവർ ഭക്തിയിൽ ലയിച്ചു സമാധികളിൽ ഒടുങ്ങുന്നതുകൊണ്ട് ലയന സമാധി എന്നാണ് അവരൊക്കെ പറയുന്നത്. അത് ലയന സമത്വമാകാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനും നീയും ദൈവമായിട്ട് സമത്വമാകാൻ, അതാണ് സമാധി.
അല്ലാതെ എന്തെങ്കിലും സമാധി പറയുന്നതിൽ കാരണങ്ങളൊന്നുമില്ല പിള്ളേ. അപ്പോൾ ആ സമാധിയിലേക്ക് ലയിക്കുന്നു. രണ്ടാമത് ഹൈ റേഞ്ച് പൂട്ടി അവനെ അറിഞ്ഞു, തിരിച്ചറിഞ്ഞ് അതിലേക്ക് കയറി കുറേ വാസലുകളെല്ലാം അവൻ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് കിട്ടുന്നില്ല. കുറച്ച് സിദ്ധികളും കാണിച്ചു അവനെ. ഇതിനെല്ലാം കണക്കിടുന്നത് ഒരുവൻ. അതുകൊണ്ട് ഇത്രയും പറയാൻ കാരണം, ദൈവം ഒന്നേ ഉള്ളൂ, 9 ഇല്ല. ദൈവം ഒന്നേ ഉള്ളൂ, 9 ഇല്ല. ദൈവം ഒന്നേ ഉള്ളൂ, 9 ഇല്ല. ആ ഒരു ദൈവമാണ് ലോകമെല്ലാം ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ ദൈവത്തിനെ പങ്കുവയ്ക്കാൻ നിൽക്കരുത്. ജാതി മതത്തിന് വേണ്ടി പങ്കുവയ്ക്കരുത്. അവിടെയൊന്നും ദൈവം വരില്ല. അതുകൊണ്ട് ഇവിടെയെല്ലാം ബാല നിറയട്ടെ, ലോകമെല്ലാം നിറയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ബാലയുടെ അറിവ് ലോകത്ത് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ സന്യാസിമാർക്ക് ബാലയുടെ അറിവ് നഷ്ടപ്പെട്ടു പോയി. കുണ്ടലിനിയെ മറുജന്മം കൊടുത്ത് മരണത്തിൽ വിടാതെ ജനിപ്പിക്കുകയാണ്. ദൈവത്തിനൊരു സൃഷ്ടി കൊടുക്കുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലെ, അച്ഛനും അമ്മയുടെ മോഹത്തിന് സൃഷ്ടി കൊടുത്തതുപോലെ ദൈവത്തിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് സിദ്ധന്മാർ ചെയ്തത്. അപ്പോൾ ദൈവന്മാർ അവരാരായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സിദ്ധന്മാർ ചെറിയവരൊന്നും അല്ല. എല്ലാ സിദ്ധന്മാരും ബാലയിൽ ചെന്ന് ലയിച്ചു. ജഗത്തിൻ്റെ അധിപതിയാകുന്ന പരമപിതാവാകുന്ന ദൈവത്തിൽ ലയിച്ചു. കുണ്ടലിനി ശക്തിയിൽ ലയിച്ചു. ആ കുണ്ടലിനി ശക്തിയായ ബാലയിൽ ലയിക്കണമെങ്കിൽ വിദ്യയുണ്ട്. അതിനാണ് അഗസ്ത്യമുനി പറയുന്നു. ആ ബാലയെക്കുറിച്ച് ഒരു ശ്ലോകം പറയാം. അവിടെ നാദബിന്ദുവിലാണ്. നാദബിന്ദുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ബിന്ദുനിലയെ താൻ അറിഞ്ഞ് ബിന്ദെ കണ്ടാൽ വിധമാന നാദമത് ഗുരുവായി പോകും. വിധമാന നാദമത് ഗുരുവായി പോയാൽ നീ ആദിയും അന്തവുമായ ഗുരുവയാവും. ഇതിൽ സന്ദേഹമില്ലയപ്പ പുലസ്യ മഹർഷിയെ. ഇതിൽ സന്ദേഹമില്ലയപ്പ പുലസ്യ സന്ദേഹമില്ലയപ്പ. അപ്പം നീ ചിരഞ്ജീവിയാകും, ഇതിൽ സന്ദേഹമില്ല. അത് ബാലയാകും, നീയും ബാലയാകും. നിൻ്റെ ശരീരം ആണായിട്ട് നിൽക്കുമെങ്കിൽ നിൻ്റെ അകം പെണ്ണ്. അതാണ് ശരീരം ആണും പെണ്ണുമല്ലാതെ 2 കലകളാക്കി നമുക്ക് പ്രത്യുൽപാദനത്തിന് വേണ്ടി ഇടകലയും പിങ്ങലയാക്കി തന്നിരിക്കുന്നു. ഇനി ഈ ഇടകലയും പിങ്ങലയും ഒന്നാകുമ്പോൾ ബാലയാവും അവൻ. ആ സിദ്ധൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ചെയ്തെടുക്കുക. ഇടയും പിങ്ങലയും ഒന്നാക്കി, രാത്രിയും പകലും ഒന്നാക്കി, രാവും പകലും ഒന്നാക്കി. അത് അഭ്യാസം വേറെയാണ്. ആ റേഞ്ചിൽ കയറുമ്പോൾ നീ തന്നെ ഞാൻ വീണ്ടുമാകുന്നു, ഞാൻ തന്നെ നീ, ഇതാണ് ഞാനും നീയും. അവിടെ നീ ബാലയാകും. കുണ്ടലിനി ശക്തി തിരിച്ചൊരു സൃഷ്ടിയെടുക്കുന്നു. അവിടെ ജഗത്തിൻ്റെ ചക്രവർത്തി ആകുന്നു. അവിടെ എന്തെന്ത നേരത്ത് അത് നിദ്ര തന്നില്ല. അപ്പോൾ സിദ്ധൻ ഉറങ്ങുമ്പോൾ അമ്മ ഉണർന്നിരിക്കുമെന്നാണ്. കണ്ട, സിദ്ധൻ ഉറക്കത്തെ സമയം തള്ള ഉണർന്നിരിക്കുമെന്ന്. കുണ്ടലിനെ ഉണർത്തി വെച്ചാൽ ഉണർന്നിരിക്കുമെന്ന്. സിദ്ധന് കാവലാണ്. നിദ്ര തന്നിലും വീറ്റിരിപ്പാൾ ബാലെ. കണ്ട, നിദ്രയിൽ വീറ്റിരിപ്പാൾ ബാലെ. എന്തെന്ത നേരത്തിലും നിദ്ര തന്നിലും വീറ്റിരിപ്പാൽ ബാലെ. എന്തെന്ത നേരത്തിലും വീറ്റിരിപ്പാൾ. എന്തെന്ത നേരത്തിലും നിദ്രയിലിരിക്കും. എന്തെന്ത നേരത്തിൽ നിൻ്റെയും പുറകും പിമ്പ്. നിദ്ര തന്നിലും വീറ്റിരിപ്പാൾ ബാലെ. എന്തെന്ത നേരത്തിലും മിന്നിരിപ്പാൾ ബാലെ. ശത്രു വന്നാലും തള്ളി. ശത്രു എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യരല്ല പിള്ളേ. ശത്രു നമ്മളെ ഈ മനുഷ്യ ശരീരം അറിയാതെയാണ് നമ്മൾ ശത്രുക്കളെന്ന് പറഞ്ഞ് ജാതിയും മതവും ഇവിടെ നിന്ന് മാറുമ്പോൾ കാലത്തല്ലാതെ ഈ രാജ്യത്തിനൊരു മോക്ഷമില്ല. ഈ കണ്ട ലോക ജനതയ്ക്കൊരു മോക്ഷം വരണമെങ്കിൽ ഈ ജാതിയും മതവും ഇവിടെ നിന്ന് മാറി ദൈവം എന്ന ഒരു കുടക്കീഴിൽ. അതാണ് വൈകുണ്ഠസ്വാമി പറഞ്ഞത്. ലോക ഋഷിമാരെല്ലാം പറഞ്ഞത് ലോകം ഒരു കുടക്കീഴിൽ വരട്ടെ. അതാണ് ഒരു കുടക്കീഴിൽ. ജീവൻ എന്ന ഒരു കുടക്കീഴിൽ, കുണ്ടലിനി ശക്തി എന്ന ഒരു കുടക്കീഴിൽ, അഗ്നി എന്ന കുടക്കീഴിൽ, അഗ്നി ബ്രഹ്മം എന്ന ഒരു കുടക്കീഴിൽ, ഈശ്വരൻ എന്ന ഒരു കുടക്കീഴിൽ. ഇതിൽ നമുക്ക് രവീന്ദ്രസ്വാമി ഏത് ജാതി പറയട്ടെ? എനിക്ക് ഞാൻ ഏത് ജാതിയില്ല പറഞ്ഞത്. കുണ്ടലിനി എന്ന ഒരു കുടക്കീഴിൽ അടുത്തൊരു ഈ കുണ്ടലിനി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു മോചനം കൊടുത്ത് ഇതെല്ലാം മനുഷ്യരെ അറിയിക്കുക എന്നാണ് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സമയം കിട്ടിയതുപോലെ വളച്ചൊടിക്കുന്നതിൽ അർത്ഥങ്ങളൊന്നുമില്ല വേദങ്ങൾ. അപ്പോൾ എന്തു ചെയ്യും? നിദ്ര തന്നിൽ വീറ്റിരിപ്പാൾ ബാലെ. ശത്രു വന്നാലും തള്ളി വെപ്പാൾ. ശത്രു എന്ന് പറഞ്ഞാൽ മായ, പഞ്ചഭൂതങ്ങൾ. നമ്മളിലിരിക്കുന്ന മായയാണ് നമുക്ക് ശത്രു. അല്ലാതെ ലോകത്ത് ആരും ശത്രുവില്ല. ശത്രു ഉണ്ടാക്കി എടുക്കുന്നതാണ് നമ്മൾ. വേണ്ട, ശത്രു വന്നാലും തള്ളി വയ്പ്പാൽ ബാലെ. എന്തെന്ത് നേരത്തിലും മുന്നിരിപ്പാൾ ബാലെ. സൃഷ്ടിപ്പ് സംഹാരങ്ങൾ നിമിഷത്തിൽ ചെയ്തിടുവാർ ബാലെ. സൃഷ്ടിപ്പ് സംഹാരം, ഭൂകമ്പങ്ങൾ, പ്രപഞ്ച ദോഷങ്ങൾ, പ്രകൃതിയിൽ വരുന്നത് പെട്ടെന്ന് സംഹാരങ്ങൾ, താണ്ഡവങ്ങൾ, ബാലയുടെ താണ്ഡവങ്ങൾ. ജഗത്തിൻ്റെ അധിപതിയാകുന്ന ചക്രവർത്തി
നിമിഷത്തിൽ ചെയ്തിടുവാർ. സിദ്ധന്മാർ വിചാരിക്കും മുമ്പേ ചെയ്യും. ആ സിദ്ധന്മാരാണ് ഇവിടെ ഇരിക്കും, അമേരിക്കയിരിക്കും, ലോകത്തിരിക്കും, അവിടെ ഇരിക്കും. അതിന് ഉദാഹരണങ്ങളാണ് വള്ളലാർ തിരുവടികൾ. ഒരു കേസിൽ വള്ളലാർ തിരുവടി കൊണ്ടിട്ട് കോടതിയിൽ 12 മണിക്ക് കോടതിയിലിരുന്ന് കേസും പറഞ്ഞുകൊണ്ടിരുന്ന് അതേ 12 മണിക്ക് അന്നദാനത്തിന് വിളക്കും കൊളുത്തി അന്നദാനം വിളമ്പിക്കൊണ്ടിരുന്നു. ബാലയെക്കുറിച്ച് അദ്ദേഹം ബാല എന്ന അമ്മയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അതിന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓതി വെച്ച നൂലുകളും, നമ്മളെല്ലാ വേദങ്ങളും ഓതി വയ്ക്കുമെന്ന് പഠിച്ചും കൊണ്ട് തലയ്ക്ക് വെച്ചിട്ട് ഉറങ്ങുമെന്ന്. ഓതി വെച്ച നൂലുകളെന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ. ഓതി വെച്ച നൂലുകളും ഉണർന്നു കറ്റ കൽവിയും. ഉറക്കം മുഷിഞ്ഞിരുന്ന് പഠിച്ചു, കാര്യം അറിഞ്ഞില്ല. ഉണർന്നു കറ്റ കൽവിയും. അപ്പോൾ ഭാര്യ മക്കളോ ഓതി വെച്ച നൂലുകളും മറയ്ക്ക ബന്ധ നിത്തിരോ, ഏത് ബുക്കൊളിച്ചതോ എങ്ങു മാറി നിന്നതോ. അപ്പം നമ്മൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഓതി വെച്ച നൂലുകളും ഉണർന്നു കറ്റ കൽവിയും മാതുമക്കൾ ഭാര്യയും മാതുമക്കൾ ചുറ്റും. അപ്പം മറയ്ക്ക ബന്ധം, നമ്മൾ മരണസമയത്ത് സിദ്ധനായാലും യോഗിയായാലും മരണസമയത്ത് എന്ത് ചെയ്യും? മാതുമക്കൾ വന്ന് 4 ചുറ്റും ഇരുന്ന് കരയും. മാതുമക്കൾ ചുറ്റും. അപ്പോൾ മറയ്ക്ക വന്ന നിദ്ര, രാത്രി പോയി, ഇരുട്ടിലാവപ്പെട്ടു സൂര്യൻ. കണ്ട, മറയ്ക്ക വന്ന നിദ്രയോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ വകയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ കിടന്ന് അടിക്കുന്നു. മറയ്ക്ക വന്ന നിദ്രയോ. ഏത് ബുക്ക് ഒളിച്ചതോ എങ്ങു മാറി നിന്നതോ. ഏതെങ്കിലും ബുക്ക് ഒളിക്കാൻ പറ്റിയോ? ഏതെങ്കിലും ശാസ്ത്രങ്ങൾ ഒളിക്കാൻ പറ്റിയോ? ഏതെങ്കിലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റിയോ എന്ന്. ഏത് ബുക്ക് ഒളിച്ചതോ എങ്ങു മാറി നിന്നതോ ഈ ആത്മാവിനെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെന്നാണ്. എങ്ങു മാറി നിന്നതോ ജ്യോതി ബുക്ക്. ആ ബ്രഹ്മജ്യോതിയിൽ ആദിയിൽ ലയനം പ്രാപിച്ച് കുണ്ടലിനി എന്ന അഗ്നി എന്നിൽ ജ്യോതി ബുക്ക് ഒളിച്ച മായം. ഈ ജ്യോതിയെ ഭൗതിക ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിൽ നിന്ന് നീ ഒളിച്ച് വേറൊരു ലോകത്തേക്ക് വെച്ച് പൂജ ചെയ്യുമ്പോഴേ പരമപൂജയായുള്ള, അതാണ് പരപൂജ. ആ പരപൂജയിൽ ആദിയിൽ ലയിച്ച് പരപൂജയിൽ ലയിക്കാൻ എങ്ങു മാറി നിന്നതോ ജ്യോതി ബുക്ക് ഒളിച്ചമായം ചൊല്ലടാ സ്വാമിയെ. നമ്മളെല്ലാം സ്വാമിമാരാണ്. എന്നാൽ സ്വാമി എന്നാൽ ഈ വിഷയങ്ങൾ അറിയുന്നവനെ സ്വാമി എന്ന് പറയുന്നു. അതാണ് സ്വയം. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം സ്വയം അറിഞ്ഞവൻ സ്വാമി. അറിഞ്ഞിട്ട് വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് മിണ്ടാതിരി. അതിനെ ആണ് സാധകം, ലയനം, സാധാരണ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് വാങ്ങുന്നത്. ഒന്നാമത്തെ കാര്യങ്ങൾ. ഈ അവസാനത്ത് പറഞ്ഞ ഹയർ റേഞ്ചിൽ പഞ്ചഭൂതങ്ങളെ ജയിക്കണം, പഞ്ചമേടുകൾ 5 പേരെയും ജയിക്കണം. പഞ്ചഭൂതങ്ങളെ ജയിച്ചുള്ള അഭ്യാസം കുണ്ടലിനിയെ കൊണ്ട് അവിടെ ജോലി ചെയ്യിക്കണം. കുണ്ടലിനി ഇരിക്കുന്ന ജോലിയെ അവിടെ നിന്ന് എടുത്ത് കുണ്ടലിനിയെ മാറ്റണം. മാറ്റിപ്പിറപ്പതൊക്കെ മരുന്നില്ല. അതിനുവേണ്ടി ശരീരത്ത് ഉപ്പ്, പുളി, കായം, കടു, വെളുത്തുള്ളി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ വർജിക്കണവൻ ഈ വിദ്യ ചെയ്യുന്നവൻ. അല്ലെങ്കിൽ കുണ്ടലിനി അരിസസ് മൂലമുള്ള അസുഖങ്ങൾ വരും. കൽപ്പസേവകൾ ചെയ്തു കൊടുക്കണം. കുറേശ്ശെ കൽപ്പസേവ ആഹാരങ്ങൾ കൂടി അവൻ ചെയ്തു കൊടുക്കണം. അവൻ വാതപിത്ത ശ്ലേഷ്മക്കൂറുകൾ കറക്റ്റ് ചെയ്ത് നിയന്ത്രിക്കണം. രേചകപൂരക കുംഭം അഭ്യാസം ചെയ്യണം. വാതപിത്ത ശ്ലേഷ്മത്തിന് അനുസരിച്ചാണ് ആഹാരങ്ങൾ ചെയ്യാൻ. ആഹാരങ്ങൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കണം. പഞ്ചശുദ്ധി വരുത്തണം. അങ്ങനെ പഞ്ചശുദ്ധി വന്ന് ഈ പഞ്ചഭൂതമാകുന്ന പെട്ടി പൂർണ്ണമാകണം. ഈ മാംസങ്ങളെല്ലാം വെണ്ണീറാവണം. അതിനെ കാടറക്കണം. അപ്പം കാടറക്കണമെങ്കിൽ ആഹാരം കൊണ്ടും യോഗം കൊണ്ടും അഗ്നിയോഗം കൊണ്ടും ഈ ശരീരത്തിനെ ശുദ്ധീകരിക്കണം. അഗ്നിശുദ്ധി വരുത്തണം. അങ്ങനെയാണ് ഈ അഗ്നിശുദ്ധി ശരീരത്തിൽ വരുത്താനുള്ള യോഗം ചെയ്യണം. അപ്പോൾ അഗ്നിശുദ്ധി വരുത്തണമെങ്കിൽ സമമായ അവസ്ഥയിൽ സമാധിയിൽ ആദിയിൽ ആ സമാധി എന്ന് പറഞ്ഞത് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു സമമാകുന്ന അവസ്ഥ. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തി ബ്രഹ്മരന്ധ്രം തുറന്ന് 5 ദശവായുക്കളെയെല്ലാം ഒന്നിച്ചാക്കി പഞ്ചഭൂതങ്ങളെല്ലാം ഒന്നാക്കി ഇഹലോകമെല്ലാം ഇഹലോകം ജയിച്ചു ഭൂമിയിൽ അവൻ നിന്നുകൊണ്ട് വീണ്ടും അടുത്ത യോഗത്തിൻ്റെ ഓരോ കഥവുകൾ തുറന്ന് അവൻ ഹെഡെന്ന തലയെടുത്ത് മാറ്റും. എവിടെ നിന്ന് വന്നോ അവിടത്തേക്ക് പോവുകയും ഇവിടെ നിന്ന് ശിവകലയാകുന്ന വായു അവിടെ ചെന്ന് അവൻ്റെ ശിരസ് എഴുതി രാമായും. ആ അഭ്യാസം കൊണ്ട് ശിവകലയെന്ന വലകലയെന്ന വായു നമ്മൾ എടുത്ത് അഭ്യാസം ചെയ്ത് ആ അഭ്യാസത്തിൽ അവൻ്റെ തലയിലെഴുത്ത് മാറ്റും. അതാണ് തലയിലെഴുത്ത്. ധർമ്മം തലയെ കാക്കും, തക്ക സമയത്തിന് ഉയിരിനെ കാക്കും.
അതാണ് പരോപകാരമേ പുണ്യം. പരമിരിക്കുന്നിടത്ത് നീ എന്ന് ഉപകാരം ചെയ്ത് നീ ഉപകരിച്ചു കൊണ്ടിരുന്നാൽ ഉപകാരം ചെയ്, പരോപകാരമേ പുണ്യം. നിനക്ക് പുണ്യം, മോക്ഷം, ഇകത്തിൽ നിന്ന് പരത്തിലേക്കുള്ള യാത്ര, അതാണ് പുണ്യം, അതാണ് പരലോക വാഴ്ക്ക. അവിടെയാണ് നിൻ്റെ സ്വർഗം. സ്വർഗത്ത് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇതാണ്. പരലോക വാഴ്ക്ക നിനക്ക് വേണമെങ്കിൽ നിൻ്റെ സ്വർഗവും നരകവും ഇവിടെ തന്നെ ഇരിക്കുന്നു. സ്വർഗവും നരകവും എന്ന് പറയുന്നത് ഇവിടെ തന്നെ, ഭൂമിയിൽ തന്നെ, ശരീരത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനന മരണവും രണ്ട് വസ്തുക്കൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗവും നരകവും. അപ്പോൾ സ്വർഗവും നരകത്തിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അഗ്നിയിരുന്ന് അകപ്പെട്ട് വൈകുണ്ടല്ലേ. അപ്പം ജനന മരണ പിണി മാറ്റി ഉയിരും ഉടലും അവരൊന്നാക്കി ശരീരത്തിനെ തുറന്ന് അകത്തൂടി ചെന്ന് ബ്രഹ്മയന്ത്രമെന്ന ബ്രഹ്മയന്ത്രത്തെ തുറക്കാൻ അഹം ബ്രഹ്മാസ്മി എന്ന ആശ്രം ഗുരു ഉപദേശിച്ച് ബ്രഹ്മയന്ത്രം തുറന്ന് അവിടെ ചെന്ന് ഞാനും നീയുമായിട്ട് ശക്തി ശിവനെ ഒന്നിച്ച് ഇരുത്തി ഇവിടെ നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയിലും ഇരുന്ന എടകലയും പിങ്ങലയും ചുഴിമുനയും ആകുന്ന വായുക്കളെ ഒന്നാക്കി ശക്തി ശിവനും മൂന്ന് മൂർത്തികളും ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന മൂന്നായി നിൽക്കുന്ന, മൂന്ന് മണ്ഡലങ്ങളായി നിൽക്കുന്ന ആ മൂർത്തിയെ മൂന്നിനെയും ഒന്നാക്കുമ്പോൾ ഏകമാകുന്ന പരദൈവം പരബ്രഹ്മദൈവമായി ഈ ശുദ്ധൻ മാറും. ഈ ശുദ്ധൻ മാറി അവരെല്ലാം ഒരു കുലത്തിൽ, രഘുകുലമെന്ന സൂര്യൻ്റെ രഘുകുലമെന്ന ഒരു കുലത്തിൽ, അതാണ് അഗസ്ത്യൻ ആദ്യം രഘുകുലമെന്ന കുലമുണ്ടാക്കി, സൂര്യകുലമുണ്ടാക്കി, രഘുകുലമെന്ന ചക്രവർത്തി ബാലപരമേശ്വരിയുടെ കുലത്തിൽ അവർ ജീവിക്കുക. അതാണ് രഘുകുലം. ആ രഘുകുലത്തിനകത്ത് അഗസ്ത്യൻ ജനിക്കുമ്പോൾ അഗസ്ത്യന് ഇവിടെ വേദങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമില്ല. ആദിയിലെ അഗസ്ത്യനെ ബാലപരമേശ്വരി ജനിപ്പിച്ച് ലോകത്തേക്ക് ഇറക്കിവിട്ട് വൈദ്യവും മാന്ത്രികവും മരുന്നുകളും എല്ലാം മനുഷ്യന് തക്കതായി, മനുഷ്യൻ്റെ രാശിക്കൊത്ത് തക്കതായിട്ട് ഇവിടെ ഇറക്കിവിട്ട് സിദ്ധന്മാരെയെല്ലാം പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഉണ്ടാക്കി അവരെല്ലാം ഈ വിദ്യയെല്ലാം ലോകത്ത് പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നവർ എഴുതിയവർ ഏട്ടിനൊക്കെ എടുത്ത് പാടിയവർ പാട്ടിനൊക്കെ എടുത്ത്, എഴുതിയവർ ഏട്ടിനൊക്കെ എടുത്ത് പാടിയവർ പാട്ടിനൊക്കെ എടുത്ത്. അതുകൊണ്ട് ഒരേ ദൈവത്തിൽ നിന്ന് വന്ന മക്കളെ നമ്മളെല്ലാം അതേ ഒരു കുലത്തിൽ ചെന്ന് ചേരണം. അതുകൊണ്ട് അഗസ്ത്യൻ ജനിക്കുമ്പോൾ അഗസ്ത്യനെ പുതിയൊരു സൃഷ്ടി കൊടുക്കാൻ കുണ്ടലിനി ശക്തിയിൽ നിന്ന് മനുഷ്യരൂപത്തിന് വേണ്ടി ഒരു സിദ്ധനെ ജനിപ്പിക്കുന്നു. അഗസ്ത്യൻ 3-4 പ്രാവശ്യം വന്ന് സമാധികൾ അവിടെ ഇവിടെ ആക്കി ശരീരം ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഈ സമാധിയിലേക്ക് ബാലെ ജനിക്കുന്ന സമാധിക്ക് ഇഷ്ടം പോലെ ശരീരങ്ങൾ എടുക്കാം. അവർ എവിടെ വേണമെങ്കിലും മാറി മാറി സമാധികൾ ഇരിക്കാം. മാറി മാറി ചെന്ന് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുറേ ദിവസം മാറി സാധാരണ മനുഷ്യനെ പോലെ അവിടെ ഒരു ശരീരം ഇട്ടിട്ട് പോകും. അതിനെ എടുത്തുവാണെങ്കിൽ സമാധി ഇരുത്തി പല പവറൊക്കെ ഉണ്ട്. അവിടെ വിളക്കൊക്കെ കൊളുത്തി വരുന്നു. അതൊക്കെയാണ് ഇന്ന് ലോകത്തെല്ലായിടവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ലത് തന്നെ. സാധാരണ സാധകം ചെയ്യുന്നവർക്കെല്ലാം അത് ഉപയോഗം ചെയ്യും. കുറച്ച് പവറുണ്ടാവും, മനസ്സ് മാറിക്കിട്ടും. സൃഷ്ടി സംഹാരം സ്ഥിതിയായി നിൽക്കുന്ന 3 അവസ്ഥകളും മനസ്സും ശരീരവും ഒന്നാകാൻ ഈ സമാധി സ്ഥലങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. അതിന് കുറേ മാറ്റങ്ങൾ വരും. നമ്മളെക്കുറിച്ച് അകത്തോട്ടിറങ്ങാൻ വേണ്ടി അത് വലിയ വിഷയങ്ങളാവും. അങ്ങനെ ശക്തിയെ പരാപരത്തിൽ ഒന്നേ ദൈവം, ശക്തിയാകുന്ന കുണ്ടലിനിയാകുന്ന ബാലപരമേശ്വരി പരാപരത്തിൽ സകല രാജ്യ ലോകത്തും ഒരു സൂര്യനേ ഉള്ളൂ, ഒരു ചന്ദ്രനേ ഉള്ളൂ. അതുകൊണ്ട് പരാപരത്തിൽ ഒന്നേ ദൈവം സകല ഉയിർ ജീവനുക്കും സകല സൃഷ്ടി ജീവജാലങ്ങൾക്കും സകല ഉയിർ ജീവജാലങ്ങൾക്കും ഞാൻ തന്നെ ഒന്നാച്ച്. അതുകൊണ്ട് ബുദ്ധിയിനാൽ അതിനെ അറിഞ്ഞ ഗുരുക്കന്മാർ ബുദ്ധിയിനാൽ ആണോറുകൾ പുണ്യോറുകൾ അവർ ഭൂതലത്തിൽ കോടിയിലെ ഒരുവനുണ്ട്. ഈ വിദ്യയെ കണ്ടെത്തുന്നവൻ ഭൂതലത്തിൽ കോടിയിലോ കോടാന കോടിയിലോ ഒരുവൻ കണ്ടെത്തും. കോടിയിലെ ഒരുവനുണ്ട്. പാച്ചലുടൻ നീ പാഴാതെ. പല വേദ ശാസ്ത്രവും പാര് എല്ലാത്തിലും പറയുന്നു. പക്ഷേ അതിലേക്ക് ഞാനെന്ന വസ്തുവിലേക്ക് ഇറങ്ങുമ്പോഴേ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റൂ. പാച്ചലുടൻ പായാതെ പാഴായി പോവാതെ പല വേദ ശാസ്ത്രവും നീ പഠിച്ച് പാഴാവാതെ കണ്ട നൂൽ പാർത്ത് കലങ്ക വേണ്ട. കണ്ട വേദങ്ങളും നൂലുകളും പഠിക്ക വേണ്ട. നീ നിന്നെക്കുറിച്ച് പഠി. ഞാൻ തന്നെ നീ തന്നെ എന്നുകൂടി നീ ശ്രദ്ധിച്ചു പോ. അതുകൊണ്ട് കണ്ട നൂൽ പാർത്ത് കലങ്ക വേണ്ട. കൺമണിയെ പൂരകമേ ദൈവമെന്ന് ചൊന്നാർ. അപ്പം കൺമണി എന്നിൽ തന്നെ ബാലയാകുന്ന കൺമണി ഇരിക്കുന്നു. എല്ലാം പഞ്ചഭൂതങ്ങൾ 5 പൂരകങ്ങളാണ്. പൂരകമേ വാരണമായി മനം വച്ച് പൂർണ്ണത്തെ കാത്താൽ വാസി എൻ്റെ ശിവയോഗ ജ്ഞാന വാഴ്ക്കയാച്ച്. അപ്പം വാസിയിൽ യോഗം ചെയ്ത് വാരണമായി സദാസമയം അവിടെ മനം ചെയ്ത് അഭ്യാസം ചെയ്ത് വാരണമേ മനം വച്ച് പൂർണ്ണത്തെ കാത്താൽ വാസി എൻ്റെ ശിവയോഗ ജ്ഞാനിയാച്ച്. അതുകൊണ്ട് കണ്ട നൂൽ പാർത്ത് നീ
കലങ്ക വേണ്ട, കൺമണിയെ പൂരകമേ നീ അറിയ വേണ്ടും. കാണുന്ന വേദങ്ങളെല്ലാം പഠിച്ച് നീ അലയ വേണ്ട. നീ നിന്നെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദം നീയാണ്, ഞാൻ തന്നെ വേദം, അദ്വൈതം, തത്വമസി, നീ തന്നെ വേദം, ഞാൻ തന്നെ വേദം. ആ രണ്ട് വേദവും നമ്മളാണ്. നീ ഞാനുമായിട്ട് നിൽക്കുന്ന, അച്ഛനും അമ്മയായിട്ട് നിൽക്കുന്ന, ശക്തി ശിവനുമായി നിൽക്കുന്ന ആ റേഞ്ചിൽ നീ എത്തും. അതിനുവേണ്ടി കോടാനകോടി തത്വങ്ങൾ നീ ആരായിൻ്റെ വാർത്താൽ, നീ കോടാനകോടി തത്വങ്ങൾ നീ പഠിച്ച് ക്ലാസ് എടുത്ത് വന്നാലും ഉറൈക്കൂട് കുണ്ടലിക്കുൾ കടവുളിരിപ്പാൾ, ഇതെല്ലാം പഠിച്ചാലും ഉറൈക്കൂട് കൂട്ടിനകത്ത് ഒരു കുണ്ടലിനി ഒളിച്ചിരിക്കുന്നു. ആ കുണ്ടലിനിയെ അവിടെ നിന്ന് ഇളക്കി മറിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മയന്ത്രം തുറന്നായി ലയിച്ച് അവിടെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുഭക്തി, ഗുരുസേവ, അനുഗ്രഹത്തോടെ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചാണ് ഓരോ വിദ്യയിലും അവൻ കടന്നു പോകാൻ. ഗുരു മനസ്സരിയുമ്പോൾ തന്നെ അവന് വിദ്യ പൊലിഞ്ഞു വരും. ഇന്ന് മൊബൈൽ കൂടിയാണ് വിദ്യകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരു ആവുന്ന ശിഷ്യ ആവുന്നതല്ല ഇന്ന് മൊബൈൽ ഇന്ന് കാലഘട്ടം കലിയുഗമാണ്. അപ്പം ഈ കലിയുഗത്തിൽ വിദ്യ ഇത് ഏറില്ല. ബ്രഹ്മവിദ്യ വേറെ ഒരു അനേകായിരം വിദ്യകൾ മുഴങ്ങിയതുകൊണ്ട് കലിയുഗക്കാർക്ക് ഈ വിദ്യ ആവാൻ പാടാണ്. അതുകൊണ്ട് ഇനി ഇതെങ്ങനെയാണെന്ന് ദൈവം വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ദൈവം വിചാരിക്കട്ടെ ഒരു ലോകത്തിനൊരു നന്മ വരാൻ ഇനി എന്താണ് വഴിയെന്നും എല്ലാ മനുഷ്യരും ഈശ്വരൻ എന്ന ഒരു കുടക്കീഴിൽ, ബ്രഹ്മമെന്ന ഒരു കുടക്കീഴിൽ, ഇന്ന് നമ്മൾ ഓരോ കുടകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന പല കുടകളിലാവാതെ ഒരു കുടക്കീഴിൽ എല്ലാ മനുഷ്യരും വന്ന് ഈ ജാതി മത ചിന്തകൾ മറന്ന് ബ്രഹ്മമെന്ന ബാലപരമേശ്വരിയുടെ ഒരു കുടക്കീഴിൽ എല്ലാവരും ഒതുങ്ങി ആ വിദ്യയിൽ ഒന്നും ആയില്ലെങ്കിലും അവരെ ഒന്ന് ഓർമ്മിച്ചെങ്കിലും ഇരിക്കാൻ ഒരു വിദ്യയെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കാട്ടിലാണായാലും അവിടെ ഇരുന്നും ചെയ്യാം. നമ്മൾ ടൂറ് പോകുന്നു, അവിടെ ഇരുന്ന് ചെയ്യാം. നമ്മൾ രാജ്യം മൊത്തം പോകുന്നു, അവിടെ ഇരുന്ന് ചെയ്യാം. അപ്പോഴേ എന്നിലൂടെ ഞാൻ ഉണർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മംഗളമാകും. അവിടെ ബാലപരമേശ്വരിയെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മൂന്നാമത്തെ റേഞ്ചിൽ ബാലപരമേശ്വരിയെ ജനിപ്പിക്കുകയാണ് ഒരു സിദ്ധന്. ജനിക്കാൻ വേണ്ടി അവർ ഊണറ്റ് ഉറക്കമറ്റ് മങ്കയാർ ആശയെ വിട്ട് നാദാന്തം വേദാന്തം നാദാന്തം വേദാന്തം ശക്തിയും ശിവനിലുമാണ് നാദാന്തം വേദാന്തം ഇരിക്കുന്നത്. നാദാന്തവും നാദത്തിനെക്കുറിച്ചും നാദബിന്ദുവിനെക്കുറിച്ചും അതൊക്കെ പൊളിച്ചാലേ അറിയാൻ പറ്റൂ, ഇങ്ങനെ പാടിക്കൊണ്ടുപോയി അറിയാൻ പറ്റുള്ളൂ. നാദത്തിനെയും ബ്രഹ്മത്തെക്കുറിച്ചും നാദാന്തവും വേദാന്തവും മുഴുവതും കറ്റ്, ഗുരുവിൽ നിന്ന് മുഴുവതും കറ്റ്. ഇരകയൻ ആനമേലാൽ ഗുളിയ ചെയ്യണം. ഇരകയൻ ആനമേല എന്ന് പറയുന്നത് അടക്കാൻ പറ്റാ വായുവിനെ കൊണ്ട് ആ ശുക്ലത്തെ വായുവിനെ കൊണ്ട് അഭ്യാസം ചെയ്ത് അതിനെ അഹം ബ്രഹ്മാസ്മിയായി ഊതിക്കെട്ടി മണിയാക്കി ഗമിക്കുന്നതാണ് ഗമനമണി. അതാണ്. അല്ലാതെ ഈ രസമണികളൊന്നും മണിയല്ല, ഈ രസമണികളൊന്നും മണിയല്ല. ആ മണിയെ കെട്ടി ആ മണിയിൽ പറക്കുക എന്ന് പറയുന്ന അതാണ് സിദ്ധന്മാർ. ദൈവമാണ് പറഞ്ഞത് അവരിലിരുന്ന്. ദൈവമാണ് ഈ മക്കളെയെല്ലാം, സിദ്ധനാകുന്ന മക്കളെയെല്ലാം കൊണ്ടുപോകുന്നത്, ഇവിടെയും കൊണ്ട് നിർത്തുന്നത്. സൃഷ്ടിപ്പ് സംഹാരങ്ങൾ ചെയ്യുന്നതും കൂടുവിട്ട് പായുന്നതും ഒക്കെ അങ്ങോട്ടാണ്. അതുകൊണ്ട് ഊണറ്റ് ഉറക്കമറ്റ് മങ്കയാർ ആശയെ വിട്ട് ആ വിദ്യയിൽ മങ്കയാർ ആശയെ വിട്ട് നാദാന്തം വേദാന്തം മുഴുവതും കറ്റ് ഇരകയൻ ആനമേൽ ഗുളിയെ ചെയ്ത് ഇകപരത്തിൽ മെയ്താണ്ടി സ്വർഗദീപം അവിടെ ആദിജ്യോതിയിൽ ബാലജ്യോതിയായി നിൽക്കുന്ന അഗ്നിയും ബാലയായി നിൽക്കുന്നത് കൺകുളിരെ കണ്ട് അമ്മയായിട്ട് സംസാരിച്ച് അമ്മയുടെ മകളായിട്ട് അമ്മയുടെ മടിത്തട്ടിൽ ഉറങ്ങി ആനന്ദിച്ച സിദ്ധന്മാരാണ്. 18 സിദ്ധരുകളും ആനന്ദിച്ച് സുഖം പെറ്റ് വെറുത്ത് അവിടെ ഇരുന്ന്. അതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയാണ് ഗുരുക്കന്മാർ. നമ്മൾ അഷ്ടരാഗത്തിൻ്റെ കാടിൽ കിടന്നതുകൊണ്ട് കാടറ്, അതിനവരൊരു തത്വം പറഞ്ഞിട്ടുണ്ട്. കാടറ്, അഷ്ടരാഗം, പഞ്ചഭൂതങ്ങളുടെ മായക്കാട്, നീ തിന്നിരിക്കുന്ന ആഹാരങ്ങളെല്ലാം പഞ്ചശുദ്ധി വരുത്തി കാടറ്. ലക്ക് പോകാനുള്ള വഴി ഗുരുവിൽ നിന്ന് വായിര്. ലക്ക് കരുവാട്ട്, പുണ്ണാക്ക്. നമ്മുടെ ശരീരത്തിൽ ഒരു പുണ്ണിരുന്നാൽ അവിടെ ഈച്ചയടിച്ചടിച്ച് നമ്മളിരിക്കും. അതുകൊണ്ട് ലക്കറ് കരുവാട്ട് പുണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കുന്നിടത്ത് ബാലയെ കൊണ്ടുവച്ച് ബാലയെ പൂജിച്ച് അവിടെ സിദ്ധനായി അവിടെ നമ്മളെ കാലിലൊരു പുണ്ണിരിക്കുന്നത് സദാസമയം അവിടെ ചിന്തിച്ചു ഇരിക്കാൻ പറയുന്നത്. അതാണ് പുണ്ണാക്ക്. ഒരു പുണ്ണിരുന്നാൽ അവിടെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും ഈച്ചയടിച്ച്. അതുപോലെ നിൻ്റെ മനസ്സെപ്പോഴും ഭഗവാനിലിരുന്നാൽ പുണ്ണാക്ക് അവിടെ ശ്രദ്ധിച്ച് എവിടെയാണ് ഇരിക്കണം, അത് എങ്ങനെ ഇരിക്കണം, അതിന് പ്രാണായാമം ചെയ്യണം. അതിനാണ് പ്രാണായാമം. യാമം മാറ്റണം. ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ കൂടി വരുന്ന വായുക്കളെയും പഞ്ചേന്ദ്രിയങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വായുക്കളെയും എല്ലാം
ഒരാൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം കൂടി ഒന്നിലാക്കി ലയിപ്പിച്ച് എല്ലാം ഭക്ഷിച്ചുകൊണ്ട് അവൻ എന്നും ഈ വായുവിനെ ഭക്ഷിക്കണം. ഈ പഞ്ചഭൂതങ്ങളെ അഗ്നി ഭക്ഷിച്ച് അഗ്നിയാണ് ഭക്ഷിക്കാൻ. ഇപ്പോൾ ഭക്ഷിച്ച് അഗ്നി പഞ്ചഭൂതങ്ങളെ 5 മക്കളാണ്. ദൈവത്തിൻ്റെ 5 മക്കളാണ് പഞ്ചഭൂതങ്ങൾ. എല്ലാ ജാതി മതക്കാർക്കും വെള്ളം, തീ, കാറ്റ്, വായു, ആകാശമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ 5 മക്കളായി കുണ്ടലിയിൽ നിന്ന് വിരിഞ്ഞ് 5 മക്കളായി നിൽക്കുന്നു. കുണ്ടലിനെയായിട്ട് അടച്ച് പഞ്ചഭൂതങ്ങൾ പെട്ടിയുണ്ടാക്കി ശരീരം എന്ന പെട്ടിക്കകത്ത് രോഗങ്ങളും തുമ്പങ്ങളും ഉണ്ടാക്കി ഇവർ കർമ്മഫലം ഉണ്ടാക്കി കർമ്മങ്ങൾ എങ്ങനെ വരുന്നെന്ന് നമുക്കിനി ഒരു അവസരത്തിൽ ഈ വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും പറയാം. ഭാവി കാലവും വർത്തമാന ഭൂതകാലവുമാണ് ഇന്നൊരു വിഷയത്തിൽ 3 വന്നത്. നമുക്കിനി അത് പറയാം. ഭാവി കാലം എങ്ങനെയായിരുന്നുവെന്ന് ഗുരു അടുത്ത് ഉപദേശിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമുക്കിനി ഭാവി, വർത്തമാനം, ഭൂതകാലം നമ്മൾ എവിടെയൊക്കെയാണ് ശരീരത്തിനകത്ത് ഈ ബ്രഹ്മതത്വം എന്ന തത്വത്തിനകത്ത് വർത്തമാനകാലവും ഭൂതകാലവും വർത്തമാനകാലവും എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചൊരു മനുഷ്യ ശരീരത്തിൽ ഉൽപ്പത്തി കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം അനുഗ്രഹിക്കെങ്കിൽ നമുക്കിനി അടുത്തൊരു വേളയിൽ അത് പറയാം. ഇനിയും ലോകർക്ക് നമ്മളാലാവുന്ന അറിവിനെ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്റർ ബാലരാമപുരത്തുനിന്ന് വന്ന് എൻ്റെ സുഹൃത്തുക്കളും സന്യാസിയാകുന്ന അവധൂതനാകുന്ന വിദ്യ അഭ്യസിച്ച് ലോകർക്കും ശിഷ്യർക്കും ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന് ഇന്ന് എൻ്റെ സ്വാമി ചിന്നക്കണ്ണ സിദ്ധാശ്രമത്തിൽ വന്ന് ഇത് എടുക്കാൻ അവർക്കുണ്ടായ മനസ്സിനോടും ഓരോ വിഷയങ്ങളിലും വന്ന് എടുക്കാനും പല ഗുരുക്കന്മാരിൽ ചെന്ന് കണ്ടെത്തി സമയം പാഴാക്കി നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ലോകർക്കെത്തിക്കാൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ ഞാനും ഇന്ന് പങ്കെടുത്തതിൽ എനിക്കും ഇന്ന് അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ഇന്നൊരു ലോകത്തിന് നല്ലൊരു മാറ്റം വരട്ടെ എന്ന് ബ്രഹ്മമെന്ന ഒരു കുടക്കീഴിൽ എല്ലാവരുടെ മനസ്സും നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും കൂടുതലും മനസ്സിനെ കളയരുതെന്നാണ് ഞാൻ ഇത്രയും നേരം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അന്ധവിശ്വാസവും അനാചാരവും എവിടെ ചെന്ന് എത്തുമെന്നും ഒരിടം എത്തൂല എന്നുള്ളതിനും ജാതി മതത്തിനും ഒരിടം എത്താൻ പറ്റൂല എന്നുള്ളൊരു കുറച്ച് തെളിവിന് വേണ്ടി മാത്രമാണ് പറഞ്ഞാൽ ആരെയും വിമർശിച്ച് പറഞ്ഞതല്ല. ഇത് പറഞ്ഞാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവൂ. അത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുകുറ്റം കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക.